കഥ പാഞ്ചാലി സ്വയംവരം. രംഗത്ത് ശ്രീ അമ്മന്നൂർ കുട്ടൻ ചാക്യാർ, മിഴാവ് ശ്രീ രതീഷ് ഭാസ്.
പ്രവൃത്തികൾ യഥാവരെ സംഹൃതങ്ങളായി ചമയും എന്നു നിശ്ചയമത്രയല്ലോ ആകുന്നത് എന്നതുകൂടാതെ കണ്ടു മറ്റസാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്രമിത്ര കളത്രാദികളിൽ ഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം ചെയ്ത് ദുരിതമാർജിച്ചു പോവുകയല്ലോ ചെയ്യുന്നത്. അത് ഈ മനുഷ്യർക്കത്ര കഷ്ടം. മനുഷ്യജന്മം എളുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാൽ ആയതൊക്കെ വയും കൊള്ളാം. സുഹൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കും സമയത്തെങ്കിലേ മനുഷ്യജന്മത്തെ ലഭിപ്പൂ എന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ചവർ പക്ഷം വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം വരും സമയത്തുങ്കൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവൃത്തി ഗതി വരുത്തിക്കൊള്ളുവാനായി കൊണ്ടുവേണം. അത് എല്ലാ ജനങ്ങളും എല്ലാ സമയത്തുങ്കലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ ആയതത്ര ഇവിടെ ജന്മസാഫല്യമാകുന്നത്. സാ വാസുദേവ വാഹ്പായാൽ ഔവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ഭവാന്മാർക്ക് പല പ്രകാരേണയും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ. ആധ്യാത്മികങ്ങളായും ആദിഭൗതികങ്ങളായും ആദിദൈവികങ്ങളായും ഇങ്ങനെ ബഹുവിധങ്ങളായിരിക്കുന്ന സങ്കടങ്ങളെ ആ സകലം തന്നെ യഥാവലെ ദൂരത്തുങ്കൽ കളഞ്ഞ് ഇഹലോകത്തുങ്കൽ സൗഖ്യത്തെയും പരലോകത്തുങ്കലേക്ക് ശ്രേയസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കുക ആയതല്ലോ രക്ഷയുടെ പൂർത്തിയാകുന്നത്. ഇന്നിരിക്കുന്ന രക്ഷയെങ്കിൽ ആരിവിടെ രക്ഷിതാവ് എന്നല്ലേ? വാസുദേവൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ആര് വാസുദേവനോ എന്തിനാകുന്നത് ഇത്രപട സംശയിക്കുന്നത്? വൃഷ്ണികുലാലങ്കാരഭൂതനായി വസുദേവപുത്രനായി ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെയാകുന്നത് ഭവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത് ആയതുകൊള്ളാം. നല്ല ശിക്ഷ ഒഴി പോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യമുണ്ടായിട്ട് തന്തിരുവടിയെപ്പോലെ മറ്റാരും തന്നെ ഇല്ല എങ്കിലും ഔവണ്ണമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നല്ലോ പറഞ്ഞത്. ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഉപാസനയ്ക്ക് ശക്തിയേറാനുണ്ടായിരുന്നു. ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പരമഭക്തന്മാരായി കലേശകുലകലശാർണവപൂർണചന്ദ്രന്മാരായിരിക്കുന്ന പാണ്ഡവന്മാർ ജതുർഹദാഹാനന്തരം ഏകചക്രാഗ്രാമത്വങ്കൽ വേത്രഗിര്യനാകുന്ന വിപ്രോത്തമന്റെ ഭവനത്വങ്കൽ ബ്രാഹ്മണവേഷപ്രച്ഛന്നന്മാരായി അധിവസിക്കുന്ന കാലത്ത് അവിടെ ആഗതന്മാരായ പാണ്ഡന്മാരോടുകൂടെ പാഞ്ചാല രാജധാനിയെ പ്രാപിച്ച അവസരത്വങ്കൽ പാഞ്ചാല മഹാരാജാവ് തൻ്റെ പുത്രിയുടെ വിവാഹം വീരപരീക്ഷയായി നിശ്ചയിച്ച്
ഭൂമിയെങ്കലുള്ള സകല രാജാക്കന്മാരെയും ക്ഷണിച്ചു വരുത്തി പ്രതിജ്ഞാവൃത്താന്തത്തെ അറിയിച്ച സമയത്തുങ്കൽ രാജാക്കന്മാർ വില്ലെടുക്കാനായി കൊണ്ടു പുറപ്പെട്ട് അസമർത്ഥന്മാരായി സ്വസ്ഥാനങ്ങളെ പ്രാപിച്ച സമയത്തുങ്കൽ കുശലന്മാരായ ചില ബ്രാഹ്മണർ വില്ലെടുക്കാൻ പ്രാപ്തനായിരിക്കുന്ന ഒരുത്തനെ അന്വേഷിച്ച് ഭീമസേനന്റെ നിർദ്ദേശമനുസരിച്ച് അർജുന സമീപത്തെ പ്രാപിച്ച് പിന്നെയും പിന്നെയും നിർബന്ധിപൂതം ചെയ്തു. തദനന്തരമാകട്ടെ ധർമ്മസൂതസ്യ വീക്ഷണകലാമുത്ഥായ ബദ്ധോദ്യമോ ഭക്തിയാ ദ്രോണകൃപൗ പ്രണമ്യ മനസാ ശൗര്യം ച ശൗര്യോജ്വല ഗൂഢവലൽക്കടാക്ഷയുഗള ശ്രീരാജിനിരാജിത സദ്യോ മംഗളരംഗഭൂതലം അലം ചക്രേ സശക്രാത്മജ ആ ശക്രാത്മജനാകട്ടെ ഇന്ദ്രപുത്രനായിട്ടുള്ള അർജുനൻ. അദ്ദേഹം ആ ബ്രാഹ്മണ സഭയില് ബ്രാഹ്മണവേഷപ്രച്ഛന്നനായിട്ട് വർദ്ധിക്കണല്ലോ. പാഞ്ചാല മഹാരാജാവ് തൻ്റെ പുത്രിയുടെ വിവാഹം വീരപരീക്ഷയായിട്ട് നിശ്ചയിച്ച് ഭൂമിയെങ്കലുള്ള എല്ലാ രാജാക്കന്മാരെയും ക്ഷണിച്ച് വരുത്തിയേക്കണു. എന്താ ഈ വീരപരീക്ഷയായിട്ട് നിശ്ചയിക്കാനുള്ള കാരണം? വീരപരീക്ഷ എന്നുവെച്ചാൽ വീരനായിട്ടുള്ള ആള് ആരാണ് എന്ന് പരീക്ഷിച്ച് അയാൾക്ക് തൻ്റെ പുത്രിയെ കൊടുക്കുക. അതാണ് വീരപരീക്ഷ. വീരപരീക്ഷ എന്ന് പറയണത്. ഇനി വീരപരീക്ഷ, ഇതിനൊക്കെ പരീക്ഷ വേണോ? വിവാഹത്തിനൊക്കെ പരീക്ഷ അങ്ങനെ പതിവുണ്ടോ? ഒരുവിധം എല്ലാത്തിനും പരീക്ഷ ഉണ്ടപ്പോഴേ പരീക്ഷ ഇല്ലാതെ കൊണ്ട് ഒന്നുമില്ല. ഏത് വിഷയവും കേമനാണോ നോക്കാനുള്ളതാണല്ലോ ഈ പരീക്ഷ എന്ന് പറയണത് അല്ലേ? വിവാഹത്തിനും അത് തുടങ്ങിയിട്ടുണ്ടോ? ഓ അടുത്തെങ്ങാനും ഉണ്ടായിട്ടുണ്ടോ എന്നാ ചോദിക്കണത്. പരിചയമുള്ള ആളാകൊണ്ടാണ് ചോദിക്കണത്. എനിക്കതിൻ്റെ വലിയ ഗുണദോഷം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ട് ചോദിക്കണത്. എവിടെയെങ്കിലും വിവാഹത്തിന് പോവുക അതോ പരീക്ഷിച്ചിട്ടാണോ തരായത് എന്നാണ്. അങ്ങനെ ഉണ്ടല്ലോ, സാധാരണ എവിടെയും പതിവില്ലാത്തതാണത് വിവാഹത്തിനൊരു പരീക്ഷ. അതെന്തിനാണ് അങ്ങനെ നിശ്ചയിച്ചത് എന്നാണെങ്കിൽ ഈ പാഞ്ചാല മഹാരാജാവ് തൻ്റെ പുത്രിയെ അർജുനന് കൊടുക്കണം എന്നാണ് കണക്കാക്കിയിരുന്നത്. തന്നല്ല, അർജുനന് കൊടുക്കാനായിട്ടൊരു കന്യക ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി യാജനാകുന്ന മഹർഷിയെ കൊണ്ട് യാഗം ചെയ്യിച്ച് ആ യാഗത്തിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള കന്യകയാണ്. അതാണ് അസാധാരണമാണ് ഈ കന്യകയുടെ അവസ്ഥ. എന്നാൽ ഇതും എവിടെയും കേട്ടിട്ടില്ല. ഒരുത്തന് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടൊരു കന്യക ഉണ്ടാവുക, അങ്ങനെയുണ്ടോ? കന്യക ഉണ്ടായി വളർന്നു വരുമ്പോഴാണ് ഇതിനാർക്കാ കൊടുക്കണ്ടേന്ന് ആലോചിക്കുക അല്ലേ? ഇതിനെ ആർക്കെങ്കിലും കൊടുക്കണമല്ലോ. ആർക്കാ കൊടുക്കേണ്ടത്? അത് ആ പ്രായമാകുമ്പോൾ അതേ ഒന്ന് അന്വേഷിക്കണം കേട്ടോ. ഇവിടെയൊക്കെ കേമന്മാരുണ്ടെങ്കിൽ തിരക്കേടില്ല എന്നുണ്ട്. അതാ ചോദിക്കാനുള്ള കാരണം. യോഗ്യരായിട്ടുള്ള ആളുണ്ടെങ്കിൽ എന്ന് അന്വേഷിക്കാൻ പുറപ്പെടുന്നുണ്ട്. അതല്ലാതെ കണ്ട് പല ദിക്കിലും പോവുമല്ലോ. പല ദിക്കിലും അങ്ങനെ പോകുമ്പോഴാവും എവിടെയെങ്കിലും ചെല്ലുമ്പോഴാണ് ഇത് കണ്ടാൽ തിരക്കേടൊന്നും ഇല്ലല്ലോ. ഇരിക്കണ കണ്ടാൽ കേമായിട്ട് തന്നെ ഇരിക്കണതേ. ഇനിയിപ്പോൾ എന്താ പ്രകൃതം എന്ന് ആലോചിക്കുകയോ വേണ്ടു. ഇയാൾക്ക് കൊടുക്കാനൊരു പുത്രി ഉണ്ടായാൽ എന്നൊന്നും ആരും വിചാരിക്കാറില്ല. ഇതെന്താ പാഞ്ചാല മഹാരാജാവിന് ഇങ്ങനെ തോന്നിയത് എന്നാണെങ്കിൽ തന്നെ വലുതായിട്ടുള്ള ഒരു അവമാനത്തിൽ നിന്ന് അർജുനൻ രക്ഷിക്കേണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവരെ പാണ്ഡവന്മാരും കൗരവന്മാരും വിദ്യാഭ്യാസം കഴിഞ്ഞതിൻ്റെ ശേഷം എന്താണ് ഗുരുദക്ഷിണ വേണ്ടത് ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹം പാഞ്ചാല മഹാരാജാവ് ദ്രോണാചാര്യരോടുള്ള വിരോധത്തിൻ്റെ ആധിക്യം കൊണ്ട് ദ്രോണാചാര്യര് പറഞ്ഞു പാഞ്ചാലനെ പിടിച്ചു കണ്ടി കിട്ടാൽ മതി എന്ന് പറഞ്ഞു. അതനുസരിച്ച് എല്ലാവരും കൂടി പുറപ്പെട്ടു, യുദ്ധം ചെയ്തു. യുദ്ധമധ്യത്തിൽ അർജുനൻ തന്നെ പാഞ്ചാലനെ ജയിച്ച് പിടിച്ച് കെട്ടിക്കൊണ്ടുവന്ന് ദ്രോണാചാര്യനെ മുമ്പിൽ കൊണ്ടിട്ടു. ആ
ആ മുമ്പിലങ്ങനെ കിടക്കണ കണ്ടപ്പോ അന്നത്തെ വിരോധം തന്നെ രാജധാനിയിൽ നിന്ന് പറഞ്ഞിരിക്കുകയുണ്ടായിരുന്നത്. പഞ്ചാലൻ ആ വിരോധത്തിന്റെ അധിക്യം കൊണ്ട് ചവിട്ടാനായിട്ട് കാലം തോന്നി. അതങ്ങോട്ട് കണ്ടപ്പോ അർജുനൻ ഗുരുനാഥൻ വെട്ടിയാ ഞാൻ കാല് വെട്ടുന്നു. ഇപ്പൊ ഞാൻ കാല് വെട്ടുന്നായി. അയ്യോ എന്നെ കാല് വെട്ട് അർജുന, എന്താ ചവിട്ടിയ കാല് വെട്ടും? ഞാൻ എന്റെ ഗുരുനാഥനല്ലേ, ഗുരുനാഥനാവുകൊണ്ടാണ് പറഞ്ഞത് ചവിട്ടിയ കാല് വെട്ടും. അങ്ങാണ് ഉപദേശിച്ചേക്കുന്നത് കാക്കല വീണാതെ ദ്രോഹിക്കരുതെന്ന്. ഇന്ന് തന്നെയല്ല, അധർമ്മം പ്രവർത്തിക്കണ കണ്ടാൽ ആരെ ഞാൻ ശിക്ഷിക്കും, ഇനി അതിന് മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ആ ചവിട്ടാൻ വേണ്ടി കാല് പൊക്കിയതാ. ആ കാല് പിന്നാക്കാ ചവിട്ടിയത്. അർജുനന്റെ ആ ധൈര്യം കണ്ടപ്പോ ക്ഷത്രിയനായ അങ്ങനെ തന്നെ വേണം. ഈ തന്റെ പുത്രനല്ലാതെ കൊണ്ടുള്ള ഈ അർജുനനെ പുത്രനാക്കാൻ എന്താ മാർഗം? പുത്രിയുടെ ഭർത്താവാക്കുക, നല്ല പുത്ര സമാനമായിട്ട് കണക്കാക്കാലോ എന്ന് വിചാരിച്ച് ദ്രോണാചാര്യരോടുള്ള വിരോധം രണ്ടും കൂടിയിട്ട് യാഗം ചെയ്യിച്ച് ദ്രോണാചാര്യരെ നിഗ്രഹിക്കാനായിട്ടൊരു പുത്രനും അർജുനന് കൊടുക്കാനായിട്ടൊരു കന്യക ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാണ്ഡവന്മാരെല്ലാവരും അരക്കില്ലത്തേക്കിടന്ന് ദഹിച്ചു എന്ന് കേട്ടത്. ദുര്യോധനാദികൾ ഇവരെല്ലാവരെയും അരക്കില്ലത്ത് ദഹിപ്പിച്ചു. ഇതങ്ങോട്ട് അറിഞ്ഞപ്പോൾ പാഞ്ചാലൻ കഷ്ടേ നിവൃത്തിയില്ലാതെ കണ്ടായല്ലോ, തൻ്റെ പുത്രിയെ തന്നെ ആർക്കാ കൊടുക്കുക? പാണ്ഡവന്മാരൊക്കെ സിദ്ധി കൂടിയല്ലോ, അർജുനൻ്റെ കഥ കഴിഞ്ഞല്ലോ, ഇനി എന്താ ചെയ്യുക? എല്ലാവരുമായിട്ട് ആലോചിച്ചു. ഗുരുക്കന്മാര് മഹാജനങ്ങളെല്ലാവരോടും കൂടിയിട്ട് ആലോചിച്ചപ്പോൾ അർജുനനെ പോലെ പരാക്രമമുള്ള ഒരാൾക്ക് കൊടുക്കുക നിശ്ചയിച്ച് വീരപരീക്ഷ. അർജുനന് വില്ലെടുത്ത് ഞാണുകൂട്ടിക്കെട്ടി ലാക്ക് മുറിക്കാൻ മതിയായിട്ടുള്ള ഒരു വില്ലുണ്ടാക്കി ലാക്കും ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും ക്ഷണിച്ചു. ഇങ്ങനെയാണ് വീരപരീക്ഷയായിട്ട് നിശ്ചയിച്ചത്. സകല രാജാക്കന്മാരും പാഞ്ചാല മഹാരാജാവിൻ്റെ ക്ഷണം അനുസരിച്ച് വന്നു. എല്ലാവർക്കും മോഹമുണ്ടേ. കന്യകയെ കിട്ടിയാൽ കൊള്ളാമെന്ന് മോഹിക്കാത്തവരില്ല. അത് സുന്ദരിയാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ കിട്ടിയാൽ കൊള്ളാമെന്ന് മോഹമുണ്ട്. തന്നെയല്ല കിട്ടുമെന്ന് വിചാരിച്ചിട്ടുമില്ല. അർജുനന് കൊടുക്കാനുള്ള കന്യകയാണല്ലോ. ഇവിടെ ആർക്കും തനിക്ക് കിട്ടുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല. ഈ ക്ഷണമാണ് കിട്ടിയപ്പോഴാണ് എനിക്ക് തന്നെയാണ് ഈ കന്യകയെ കിട്ടുക, എനിക്ക് തന്നെയാവും എന്ന് ഓരോ രാജാവിനും തോന്നി. അതനുസരിച്ച് സകല രാജാക്കന്മാരും പാഞ്ചാല രാജധാനിയെങ്കിലേക്ക് വന്നപ്പോൾ ദൃഷ്ടദ്യുമ്നൻ അവരെയൊക്കെ യഥോചിതം സൽക്കരിച്ചിരുത്തി. വേണ്ട വിധത്തിൽ അതാതാടെ യോഗ്യത അനുസരിച്ച് ആളെ ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ എന്നുള്ള അവിടെ അങ്ങനെ ഇരിക്കേണ്ട, വല്ലാണ്ട് അങ്ങനെ പരിങ്ങിയിട്ട് ഇവിടെ അങ്ങനെ കയറിയിരിക്കും. അങ്ങോട്ട് ബടക്ക് കയറിയിരിക്കാം, ഇങ്ങോട്ട് ഇരിക്കാം, ഇവിടേക്ക് ആവാം. ഓരോരുത്തരെ വന്ന് അതാത് ആളുകൾ സാധനം ഉണ്ടല്ലോ, ആ സാധനങ്ങളിൽ കൊണ്ടുവന്ന് സൽക്കരിച്ച് എല്ലാവരെയും വേണ്ടതുപോലെ ഇരുത്തി എല്ലാവരോടും കുശലമൊക്കെ പറയുക. അങ്ങനെ വേണമല്ലോ. കണ്ട ഒരു വിശേഷത്തിന് ക്ഷണിച്ച ആളോടൊക്കെ വരാൻ പറഞ്ഞു, വന്നിരുന്നു. പിന്നെ അങ്ങോട്ട് നോക്കാൻ ഭാവമില്ലാച്ച മുഷിയും. അങ്ങനെയാണേ. വരുമ്പോൾ ഒക്കെ കേമായിട്ട് സ്വീകരണ, വരെ കഴിഞ്ഞാൽ പിന്നെ എവിടെ പോയാലും വിരോധമില്ല. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട്. അങ്ങനെ ആയാലും സുഖമില്ല. അത് കഴിഞ്ഞാലും അന്വേഷിക്കണം, എങ്ങനെയൊക്കെയായി സുഖമല്ലേ നമുക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അതിൽ അടുക്ക വന്ന് എന്താ ഇരിപ്പം കൂടി സുഖമാവുന്നില്ലാന്നുണ്ടോ? കുറച്ചും കൂടി ഭംഗിയായിട്ടിരിക്കാനുള്ളതൊക്കെ വേണ്ടതായിരുന്നു. പക്ഷേ ഇത്ര ഇപ്പോൾ ഞങ്ങളെ കൊണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് തൃപ്തി ആവണം. എന്താ വേണ്ടതാവോ? വിശേഷിച്ച് വല്ലതും വേണമെങ്കിൽ പറയാട്ടോ. പലതരത്തിലുള്ള ആളും ഉണ്ട് പൊതുവെ കൂട്ടത്തിൽ. അങ്ങോട്ട് മാനിക്കേണ്ട പലതരത്തിലുള്ള ആളാണല്ലോ. ഓരോരുത്തർ അടുക്ക ചെന്ന് എന്താ ഇനി വേണ്ടതാവോ, എന്താ ചാലും ഇങ്ങനെ ഓരോരുത്തരോടും കുശലം ചോദിക്കലൊക്കെ വേണമല്ലോ. അതനുസരിച്ച് ആ യോഗ്യത അനുസരിച്ച് എല്ലാവരും അടുക്കി ചെന്ന് ചോദിച്ചു. അതിനുശേഷം അന്തഃപുരത്തെങ്കിൽ നിന്ന് കന്യകയെ, സർവാഭരണഭൂഷിതയായിട്ടുള്ള കന്യകയെ സഖിമാരോട് എല്ലാവരോടും കൂടെ കൊണ്ടുവന്ന് കന്യകയ്ക്ക് നിൽക്കാനുള്ള സ്ഥാനം ഉണ്ടല്ലോ, ആ സ്ഥാനത്തെങ്കിൽ അവിടെ നിർത്തിയതിൻ്റെ ശേഷം അവിടെ നിശ്ചയിച്ച കാര്യമുണ്ടല്ലോ, അത് ഭംഗിയായിട്ട് ആദ്യം ഒന്നും കൂടി പറഞ്ഞു. അല്ലേ രാജാക്കന്മാര്, നിങ്ങളിൽ ആരാണെങ്കിലും വേണ്ടില്ല, അവനവൻ്റെ സ്വശക്തി കൊണ്ട് ഈ ഇരിക്കുന്ന വില്ലെടുത്ത് ഞാൻ കൂട്ടിക്കെട്ടി ഈ ലാക്ക് മുറിക്കണോ എന്നുണ്ടെങ്കിൽ ആ ആൾക്ക് എൻ്റെ പുത്രിയായ, എൻ്റെ സഹോദരിയായിട്ടുള്ള ഈ കന്യകയെ
ദാനം ചെയ്യണു എന്ന് ധൃഷ്ടദ്യുമ്നൻ എല്ലാവരോടും പറഞ്ഞു. പറഞ്ഞതിൻ്റെ ശേഷം എല്ലാവരും ബലിയെടുക്കാൻ പുറപ്പെടണമല്ലോ, പറഞ്ഞുകൊണ്ടായില്ല. പിന്നെന്താ വേണ്ടത്? നോക്കിയപ്പോൾ ആരും അനങ്ങണില്ല, അനങ്ങാണ്ടിരിക്കണല്ലേ. ഓ, ഈ പറഞ്ഞിട്ടും വലിയ മാറ്റമൊന്നും കാണാനില്ലല്ലോ. പല പ്രായക്കാരും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. ഇന്ന പ്രായക്കാരെന്നില്ല, ഈ സ്വയംവരം എന്ന് കേട്ട് മോഹിച്ച് വന്ന ആൾ പലതരത്തിലുള്ളവരുണ്ട്. നല്ല ചെറുപ്പമായിട്ടുള്ളവരുണ്ട്, അതിനുണ്ടാവുമല്ലോ. വിവാഹത്തിന് ഒരു വിധം ഉണ്ടാവാണ്ടിരിക്കില്ല. കടാങ്ങളും ഉണ്ട് കുറേ, അമ്മ ചെറിയ കുട്ടികൾ. ഇപ്പം എന്തിനാ മുമ്പിലിരിക്കണേ ശരിയില്ല, മുമ്പിലിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വലിയ ഗുണദോഷം ഉണ്ടായില്ല, അങ്ങനെ ഇരിക്കുക. എല്ലാവരും ഇരിക്കണ്ടേ, ഞാനും ഇരിക്കണമെന്നേ ഉള്ളൂ. ഇനി വൃദ്ധന്മാരും ഉണ്ട്, നന്ന പ്രായമായിട്ടുള്ളവർ. അവരെ കൊണ്ട് എന്തിനാ ബില്ലെടുക്കാൻ പറ്റുമെന്ന്. അവർക്ക് മോഹത്തിനൊരു കുറവുമില്ല. പ്രായമാകും തോറും മോഹം കൂടണവരാണ് അനുഭവിക്കാനുള്ളത്. അങ്ങനെയുള്ളവരും ഉണ്ട്. അങ്ങനെ പല പ്രായത്തിലുള്ള ആളാണ്. ഇവരാരും അനങ്ങണ കാണാനില്ല. എന്താ നോക്കിയപ്പോൾ കന്യക ഒരു മൂടുപടം കൊണ്ട് മൂടി നിർത്തിയേക്കുക. ഓ, എന്നാൽ ഒരു കാര്യം ചെയ്യാം, കന്യക ഒന്ന് കണ്ടോട്ടെ നിശ്ചയിച്ച് എൻ്റെ കയ്യിലുള്ള ആ ശരം കൊണ്ട് ആ മൂടുപടം അങ്ങോട്ട് മാറ്റി. എന്തൊരു മാറ്റിയത് എന്നാണെങ്കിൽ പല പക്ഷക്കാരും ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് വില്ലിൻ്റെ സമ്പ്രദായം കാണുന്നത്. അയ്യോ, ഇത്ര വലിയ വില്ലാണല്ലേ, ഇത്ര വലുതാണെന്ന് ഞാൻ ധരിച്ചുണ്ടായില്ല. വില്ലെന്ന് ധരിച്ചല്ലോ. ഇതെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പുറപ്പെട്ടാൽ നല്ല നേരെ ആവില്ല. ഇനി ആരെങ്കിലും പുറപ്പെടുണ്ടോ ചോദിച്ചടയാ. സഹായിട്ട് പുറപ്പെട്ടവരുണ്ട് എൻ്റെ ഇടയിൽ. എന്താ കയ്യും കെട്ടിയും കൂടിയുണ്ടല്ലോ, പുറപ്പെടുന്നില്ലാന്നുണ്ടോ? ഇല്ല, പുറപ്പെടുന്നുണ്ട്. എന്തോട് താൻ അങ്ങനെ ചോദിച്ചേ? ഞാൻ പുറപ്പെടുന്നില്ല. എന്താ അത്, വീടെടുക്കാൻ പറ്റില്ല? അതല്ല ബില്ലെടുക്കാനൊക്കെ പറ്റും. പിന്നെന്താ വേണ്ടാനുസരിച്ചേക്കണേ? ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടാവും. എന്താന്ന് പറയാ? അല്ല, താൻ കന്യകയെ കണ്ടിട്ടുണ്ടോ? കന്യകയെ കണ്ടിട്ടുണ്ടോന്ന്. ഈ കന്യകയുടെ കാര്യം പറഞ്ഞ, വേറെ വല്ല കന്യകയുടെ അല്ല ചോദിച്ചത്. ഈ കന്യക ഇല്ല, കണ്ടിട്ടില്ല. കന്യക സുന്ദരിയെന്നാ കേട്ടിട്ടല്ലേ ഉള്ളൂ. കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ഇവിടെ സുന്ദരിയാവുന്ന എങ്ങനെയാണ് ഉറപ്പിക്കുക? സുന്ദരിയാണോ? അതുകൊണ്ട് തന്നെ എങ്ങനെയാന്ന് പറയടോ? അത് ഇഷ്ടമില്ല. സുന്ദരിയാണോ എന്ന് എല്ലാവരും പറയുന്നുണ്ട്, ആ കൂട്ടത്തിൽ നിന്നുള്ളൂ. ഇവിടെ സുന്ദരിയാവാൻ എവിടെ എങ്ങനെയാണ് ഉണ്ടായത്? എനിക്ക് ഇഷ്ടമുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്താ യാഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ യാഗകുണ്ടത്തിൽ നിന്ന് പൊങ്ങി വന്നതാണെന്നാ കേട്ടത്. അതെ, അപ്പം തന്നെ ഉറപ്പിക്കാൻ നല്ല നേരെയല്ല അല്ലേ? തീയിൻ്റെ ഉള്ളിൽ നിന്ന് പൊങ്ങി വന്നാൽ നേരെയാവോടൂ. എന്താ ആകെ ഒരു ബന്ധമില്ലാത്ത വർണ്ണം, അങ്ങനെയൊക്കെ ആവും. അങ്ങനെയല്ലേ? അങ്ങനെ ആണോടോ? ആവോ. എനിക്ക് എന്താ സംശയം? അങ്ങോട്ട് നോക്കാൻ മൂടിയാണ് നിർത്തിയേക്കണത്. എൻ്റെ മുഖത്തേക്കല്ല നോക്കാൻ, അങ്ങടാ നോക്കാൻ പറഞ്ഞത്. മൂടി നിർത്തിയേക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ആവും. അദ്ദേഹം പറഞ്ഞ കേട്ടില്ലേ, വില്ലെടുത്ത് ലാക്ക് മുറിച്ചാൽ ആ ആൾക്ക് കന്യകയെ തരു കഴിഞ്ഞു എന്ന്. അപ്പോൾ കൊണ്ടുപോകണം. ലാക്ക് മുറിക്കുക കഴിഞ്ഞ് നോക്കുക, അയ്യോ ഇതിനെ വേണ്ട എന്ന് പറഞ്ഞാൽ സാധ്യമല്ല, കൊണ്ട് തന്നെ വേണം എന്ന്. അതാ പറഞ്ഞത്. എടോ അങ്ങനെ എന്നാ ഞാൻ പുറപ്പെടുന്നില്ല, ഞാനും വില്ലെടുക്കണില്ല എന്ന് പറഞ്ഞ് ആരും വില്ലെടുക്കാനില്ല ഉണ്ടാവും. അതിന് അട വരുത്തണ്ട, കന്യകയെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചും കൊണ്ടാണ് ധൃഷ്ടദ്യുമ്നൻ ആ ശരക്കോല് കൊണ്ട് ആ മൂടുപടം അങ്ങോട്ട് മാറ്റിയത്. മൂടുപടം അങ്ങോട്ട് മാറ്റേണ്ട താമസം രാജാക്കന്മാർ മുഴുവൻ ഒന്നിച്ചങ്ങോട്ട് എണീറ്റു. ഞാനാണ് മുമ്പ്, ഞാനാ വില്ലെടുക്കാൻ ഞാനാണ് തൊട്ടാ ഓരോരുത്തർ അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചങ്ങോട്ട് പുറപ്പെട്ടു. വന്ന് ആ സദസ്സിലേക്ക് അങ്ങോട്ട് കയറി വില്ലിൻ്റെ അടുക്കെത്തി. ആദ്യം വരണവർ വില്ലുമ്മ അങ്ങോട്ട് കയറി പിടിച്ചു. ആദ്യത്തെ ആളുകളൊക്കെ വില്ലുമ്മ പിടിക്കാൻ തരായി. വില്ലിൻ്റെ നീളത്തിനൊരു കണക്കുണ്ടേ, രാജാക്കന്മാർക്ക് കണക്കില്ലായുള്ളൂ. പിന്നാലെ വരിക. പിന്നാലെ വന്നപ്പോൾ പിടിക്കാൻ സ്ഥലമില്ല. അങ്ങനെ വന്ന് അതിൻ്റെ ഇടയിൽ കൂടെ തിരക്കിക്കൊണ്ട് അങ്ങോട്ട് മാറടോ, അങ്ങോട്ട് എവിടേക്കാടോ മാറുക? ഞാൻ വില്ലുമ്മ പിടിച്ചിട്ടുണ്ട് ഇവിടെ, അതുകൊണ്ടാണ് എനിക്കും പിടിക്കണമെന്ന് മോഹേ. അങ്ങോട്ട് മാറടോ, ഇവിടെ ഞാൻ പിടിച്ചിട്ടുണ്ടോ വില്ലുമ്മ പിടിക്കാൻ സ്ഥലമില്ലെങ്കിലും എനിക്ക് പിടിക്കണം. സ്ഥലം പിന്നെ അവിടെ പിടിക്കുക, എനിക്ക് വില്ലുമ്മ പിടിക്കണം. അങ്ങോട്ട് മാറടോ, അങ്ങോട്ട് ഇവിടെ വില്ലുമ്മ പിടിക്കാൻ സ്ഥലമില്ല. എനിക്ക് എന്താ അത്ര മോഹം? കന്യകയ്ക്ക് പണയായിട്ടുള്ള വില്ലാണ്, അതെയോ? അതുകൊണ്ട് പിടിക്കണമെന്ന് മോഹമുണ്ടോ? വലസലായിട്ടുള്ള മോഹമുണ്ട്. ഒരു കാര്യം ചെയ്തോളാം, താൻ എൻ്റെ പുറത്ത് പിടിച്ചോളാം. ഞാൻ തൻ്റെ പുറം പിടിക്കാൻ വന്നതല്ല, വില്ലുമ്മ പിടിക്കാനാണ് വന്നത്. അങ്ങോട്ട് മാറടോ, ഇങ്ങോട്ട്. കുറേ നേരം ഉണ്ടായി തിരക്കലേ. കുറേ നേരം തിരക്കിയപ്പോൾ അതിൽ ചില ആൾ
ഔ എന്നെ വല്ലാണ്ട തിരക്കിയാലേ ഈ നടുപിടിക്കാൻ ആൾ വേറെ വേണ്ടി വരും. ഞാൻ മടങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ആ തിരക്കണ ആളുകളൊക്കെ മടങ്ങിപ്പോന്നു. അങ്ങനെ വന്നപ്പോൾ വില്ലുമ്മ പിടിച്ചവർക്ക് സമാധാനമായി. ഈ പിന്നീന്നുള്ള തള്ളലില്ലാണ്ടായി. എന്താ വെച്ചാൽ തള്ളുമ്പോൾ മനസ്സിലത്തന്നെ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെയും തള്ളൽ വന്നമ്മ വില്ലുമ്പിലോ മുറുക്കി പിടിക്കേണ്ട ഈ തള്ളാണ്ടിരിക്കാൻ അങ്ങോട്ടോ പിടിക്കേണ്ട അനുസരിച്ചാണ്ടാവും. മനസ്സ് നിർത്തിയില്ലെങ്കിൽ അങ്ങോട്ട് മറിയുക ചെയ്യുക. അപ്പോൾ പിന്നീന്നുള്ള ആൾ പൂവ കഴിഞ്ഞപ്പോൾ ഇനി വില്ല് പൊക്കാന്നായി. ആ വില്ല് പൊക്കുക. ആ മേപ്പോട്ടെ. ആ ആ പൊങ്ങട്ടെ അങ്ങോട്ട്. ആ പൊക്കടോ അങ്ങോട്ട്. ആ പൊക്കുക. പൊക്കുണ്ട്. ഇവിടെ മുറുക്കി പൊക്കടോ. വല്ലാണ്ട് മുറുക്ക് വയ്യാനോ ചെയ്യണത്. ഇങ്ങോട്ട് പൊങ്ങട്ടോ. ഇങ്ങോട്ട്. ആ ഇവിടെ ഇത് പൊങ്ങണില്ല. എന്നാൽ മേപ്പോട്ട് പൊക്കടോ. ഇടയ്ക്ക് പോട്ട് പൊക്കാറുണ്ടോ എല്ലാവരും? ഇങ്ങോട്ട് പൊക്കാനാ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, പൊങ്ങണില്ല. ഒരു കാര്യം എല്ലാവരും കൂടി പൊക്കിയിട്ടാണ് ഒരു തല ഇങ്ങോട്ട് പൊക്കട്ടെ. തല പൊങ്ങിയ പിന്നെ കട നമുക്ക് പൊക്കാം. തല പൊങ്ങട്ടെ. ആ തലക്കെ പൊങ്ങണവരെ മനസ്സിരുത്തുക. തല പൊങ്ങട്ടെ. ആ തല 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 പൊക്കടോ. തല പൊക്കുന്നുണ്ട്. എവിടെ നോക്കുക. തൻ്റെ തലയല്ല പറഞ്ഞത്, വില്ലിൻ്റെ തലയാണ് പറഞ്ഞത്. വില്ലിൻ്റെ തല പൊങ്ങണില്ല. എൻ്റെ തല പൊക്കിയാലും മതിച്ചിട്ടാണ്. അങ്ങോട്ട് പൊങ്ങട്ടോട്. ഇല്ലടോ തല പൊങ്ങില്ല. പിന്നെ എന്താ വേണ്ടേ? എന്നാ കട പൊക്ക്. എന്നാ കടയാവട്ടെ. കട ഇതോടോ കട എങ്ങനെയാലും പൊങ്ങില്ല. ഒരു കാര്യം ചെയ്യാം, നടു പൊക്കിയാൽ എല്ലാം ഒന്നിച്ച് പൊങ്ങും. നടു. ആ നടു പോരട്ടെ. നടു ഇല്ലടോ. ഇങ്ങനെയായാൽ എൻ്റെ നടുവും കൂടി പൊങ്ങാണ്ടാവും. മതിയേ. ഇത് പൊങ്ങില്ല. കുറെ നേരം പ്രയത്നിച്ചു. എന്ത് ചെയ്തിട്ട് വില്ലൊന്നും അനങ്ങണില്ല. അനങ്ങാതെ കണ്ട് വന്നപ്പോൾ ചില ആളെ ഇടോ ഈ വില്ല് മൊക്കാൻ പുറപ്പെട്ട ഈ കന്യക എന്നല്ല ഒരു കന്യകയും കിട്ടുന്നുണ്ടാവില്ല. നമുക്കിവിടെ വയ്ക്കുക നല്ലത് നിശ്ചയിച്ച് വില്ല് പൊക്കാൻ പുറപ്പെട്ടവരൊക്കെ മടങ്ങി പോന്നു. അങ്ങനെ പോന്നപ്പോൾ ഈ കുറച്ചാൾ പിന്നാലെ വന്നണ്ടേ. അത് ചില ആളുകൾ വല്ലാണ്ട് തിരക്ക് കണ്ടിട്ട് മാറി അവിടെ നിൽക്കുക. ഇവരെല്ലാവരും പൂവ കഴിഞ്ഞപ്പോൾ അവർ മുമ്പിലേക്ക് വന്നു. അവർ വന്നിങ്ങനെ നോക്കി ഒന്നിങ്ങനെ വലിയ തന്നെയാണ്. ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല. ഇത്ര വലിയാവും ഞാൻ കണക്കാക്കിയില്ല. ഇതെന്നെ കൊണ്ടെടുക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ അവിടെ നിൽക്കണേതിനാ എന്നാൽ പോവാ എന്ന് വെച്ചാൽ പോവാന്ന് വിചാരിച്ച് തല പൊക്കിയപ്പോൾ മുമ്പിലാണ് കന്യക നിൽക്കണത്. അയ്യ നല്ല കന്യക, സുന്ദരി കന്യക. ഈ കന്യക ഇതേപോലെ ഒന്നിനെ ഇനി വേറെ കിട്ടുകയുണ്ടാവില്ല. എന്നാൽ എത്ര പ്രയത്നിച്ചിട്ടായാലും ആ ഈ എടുക്കണം. എന്നാൽ എടുക്കുക തന്നെ. നോക്കിയപ്പോഴാണ് അയ്യോ ഇത്ര വലിയ വില്ലോ, ഇതെങ്ങനെ എടുക്കുക? എന്നാൽ പൊക്കളയാം. നല്ല കന്യക. അയ്യ ഈ കന്യക എങ്ങനെയാ വേണ്ടാക്കിയ? എന്നാൽ വില്ലെടുക്കുക തന്നെ. വലിയ വില്ല് ഇതെടുക്കുക വയ്യ. എന്നാ പൊക്കളയാ. നല്ല കന്യക. അയ്യ വലിയ വില്ല് നല്ല കന്യക. മഹാദേവന്മാർ രാജാക്കന്മാരാണ്. കിരീട കടകാദി ആഭരണങ്ങളൊക്കെ ധരിച്ച് വന്ന് നിൽക്കുക. എന്നാൽ വന്ന് നിന്നുകൊണ്ടാണ് വലിയ വില്ല് നല്ല കന്യക, വലിയ വില്ല് നല്ല കന്യക, വലിയ വില്ല് നല്ല കന്യക. കുറച്ച് നേരം ഉണ്ടായി ഇങ്ങനെ. അവരെന്താ കാണണമെന്ന് അവർ തന്നെ അറിയണില്ലേ. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർ മടങ്ങി പോന്നു. ഇങ്ങനെ സാധാരണ രാജാക്കന്മാരെ കൊണ്ട് ആരെ കൊണ്ടും വില്ലൊന്നും അനക്കാൻ പോലും സാധിച്ചില്ല. പിന്നെ പുറപ്പെട്ടത് മഹാഗേമനായിട്ടുള്ള ആളാണ്. ആര്? ശിശുപാലൻ. അതിപരാക്രമശാലി, അതിഗംഭീരനായിട്ടുള്ള ആളാണ് ശിശുപാലൻ. ശിശുപാലൻ ഈ രാജാക്കന്മാരൊക്കെ എനിക്ക് പോണ കണ്ടപ്പോൾ ഇവർ വില്ലെടുക്കാൻ പുറപ്പെട്ടൊക്കെയാണല്ലേ. ഇവരെ കൊണ്ടൊക്കെ പറ്റുമോ? ഈ വില്ലെടുക്കാൻ ഞാൻ തന്നെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും മടങ്ങി പോന്നപ്പോൾ എല്ലാവരും പോന്നോ? ഞാൻ കാണിച്ചു തരാം എന്ന് വിചാരിച്ചുകൊണ്ട് ശിശുപാലൻ എണീറ്റ് പുറപ്പെട്ടു. ശിശുപാലൻ കുറച്ച് അഭിമാനത്തോടു കൂടിയാണ് വന്നേക്കണതേ. ഈ കന്യകയെ എനിക്ക് തന്നെ സമ്പാദിക്കണം. എന്താണെന്ന് വെച്ചാൽ മുമ്പൊരിക്കൽ ഒരു വിവാഹത്തിന് പോയിട്ട് വേഷം കെട്ടിയിരിക്കലേ വേണ്ടി വന്നുള്ളൂ. കന്യകയെ വേറെ ഒരുത്തം കൊണ്ടുപോയി. അവിടെ ഞെളിഞ്ഞിങ്ങനെ ഇരുന്നു. കുറച്ച് കഴിയുമ്പോൾ അതെ വേഷമൊക്കെ കഴിക്കാട്ടോ കൊണ്ടുപോകേണ്ട കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അയ്യോ. പിന്നെ നന്ന സുഹൃത്തുക്കൾ ചിലപ്പോൾ യോഗ്യം ചോദിക്കുകയും ചിലപ്പോഴേ അന്ന് വേഷം കെട്ടല്ലോ ഉണ്ടായിട്ടുണ്ടോ അല്ലേ.
കൊണ്ടുപോലും മറ്റോ ഉണ്ടായി. അന്നഷ്ടന്മാർ ചോദിക്കാലോ. ഇത് ഈ ഒരു അവമാനം ഉണ്ടായി. ഇനി ഇതാ ഇല്ലാണ്ടാവാ എന്താ വേണ്ടേ? അപ്പോഴാണ് ഈ സ്വയംവരത്തിൻ്റെ ക്ഷണം വന്നത്. ഇതിനേതായാലും പോയി കന്യകയെ സമ്പാദിക്കണം. വില്ലെടുത്ത് ലാക്കു മുറിക്കേണ്ട കാര്യമാണേ. കൃഷ്ണനെ കൊണ്ടൊന്നും ആവില്ല. ആ കൃഷ്ണൻ അവിടെ വരും. കൃഷ്ണൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ ഈ കന്യകയുടെ കയ്യമ്മ പിടിക്കും. കണ്ടോട്ടെ. ഈ അഭിമാനത്തോടു കൂടിയാണ് ശിശുപാലൻ വന്നിട്ടത്. എനിക്ക് അങ്ങോട്ട് പുറപ്പെട്ടു. നേരെ സഭയിൽ അങ്ങോട്ട് വന്നു. ഉള്ളരുതാത്തവർ ഇവരെ കൊണ്ടല്ലേ വില്ലെടുക്കാൻ പറ്റണത്. കണ്ടോട്ടെ എങ്ങനെയാണ് വില്ലെടുക്കുക എന്നുള്ള അഭിമാനത്തോടു കൂടി ശിശുപാലൻ ആ വില്ല് ഇടത്തെ കൈകൊണ്ട് അങ്ങോട്ട് എടുത്ത് നിലത്തങ്ങോട്ട് കുത്തി. കണ്ടോളേൻ, ഇങ്ങനെയാണ് വില്ലെടുക്കുക. കണ്ടില്ലേ? നിങ്ങളെ കൊണ്ട് ഒരെണ്ണത്തിനെ കൊണ്ടായോ? കണ്ടു. വിമാനത്തോടു കൂടി അവിടെ നിന്നു. വില്ലെടുത്താൽ പോരല്ലോ, ഞാൻ കൂട്ടിക്കെട്ടണം. ഇനി വില്ല് വളച്ച് ഞാൻ കൂട്ടിക്കെട്ടണം. വില്ലിൻ്റെ തലക്കെ പിടിച്ചു. പിടിച്ച് ഇങ്ങോട്ട് വളയട്ടെ. പോരട്ടെ. എന്താ വളയണില്ലല്ലോ. ഇടുക്കൽ എളുപ്പം കഴിഞ്ഞു. അതുപോലെ അല്ലാതെ വളയണതേ. ഇതെന്താ വളയാത്ത? എന്ത് വളയില്ല എന്നു തോന്നുന്നു. ഇതെന്താ ഇടുക്ക പോലെയല്ല. സാധാരണ ഏത് വില്ലെടുത്താലും ഞാൻ ക്ഷണം വളയ്ക്കണതാ. ഇപ്പോൾ വില്ല് വളച്ച് പരിചയമുള്ള എന്നെ ഈ വില്ല് വളച്ചു തുടങ്ങി. വില്ലിപ്പോൾ എന്നെയാണ് വളയ്ക്കണത്. വളയണ കുറേ നേരം നോക്കി ശിശുപാലൻ. എന്ത് ചെയ്തിട്ട് വില്ലിനൊരു മാറ്റം വരുന്നില്ല. അങ്ങനെ വന്ന ശിശുപാലന് തോന്നി ഇങ്ങനെ ഒന്ന് പിടിച്ചുകൊണ്ട് നിന്നാലേ ഇനി ആളിൽ ഇവിടെ കയറി വരാനുണ്ട്. എന്തോടെ താ അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണത്? ഒന്നുമില്ല, അവിടെ വെച്ച് പോവുക, അല്ലെങ്കിൽ വില്ല് വളയ്ക്കുക എന്ന് പറയില്ലേ, അതിനിട വരുത്തണ്ട. വായില്ല എന്നുവെച്ചാൽ ഇവിടെ വെച്ച് പോവുക തന്നെയാണ് നല്ലത് എന്ന് നിശ്ചയിച്ച് ശിശുപാലൻ വില്ല് അവിടെ വെച്ചു. അപ്പം മഹാബലവാനാണ് ശിശുപാലൻ എന്ന് പറഞ്ഞിട്ട് വില്ല് തല വളച്ചില്ല അല്ലേ? തല വളച്ചു. വില്ല് എടുത്ത് തല വളച്ചു. വില്ല് അവിടെ വെച്ചോട്ട് തല വളച്ചു. അതെങ്ങനെയാ? വില്ലിൻ്റെ തല വളയ്ക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായി. വളയണ തല തനിക്ക് സ്വാധീനമായിട്ട് ഒന്നുണ്ട്. എന്ത്? തൻ്റെ തല. അതും വളച്ചിങ്ങോട്ട് പോന്നു. ശിശുപാലനെ കൊണ്ട് സാധ്യമില്ല. ശിശുപാലൻ അങ്ങോട്ട് മടങ്ങി പോന്നപ്പോൾ അതിലും കേമനാ പിന്നെ പുറപ്പെട്ട് ആര്? ജരാസന്ധൻ. മഹാകേമനായിട്ടുള്ള ആളാണ് ജരാസന്ധൻ. പ്രായ അനവധി. ജരാസന്ധനെ അനവധി ആയിരിക്കണു. എത്രയായി എന്ന് ഏതാണ്ട് കണക്കാക്കുകയാണെങ്കിൽ ജരാസന്ധൻ്റെ പുത്രിമാരാണ് കൃഷ്ണൻ്റെ അമ്മാവനായുള്ള കംസൻ്റെ പത്നിമാർ. ഇനി കണക്കാക്കിക്കൂടെ എത്രയാണെന്നുള്ളത്. അതാ നല്ലത്, ഞാൻ കണക്കാക്കുകയല്ല എന്നുള്ളത്. അത്രയും പ്രായമുണ്ട് ജരാസന്ധന്. ആ ജരാസന്ധനാണ് ഇപ്പോൾ ഈ കന്യകയെ മോഹിച്ച് പുറപ്പെട്ടത്. അതാണ് പ്രായം ആരില്ല എന്ന് പറഞ്ഞത്. എത്ര പ്രായമായാലും മോഹം ഉണ്ടാവുന്നു. ജരാസന്ധൻ അഭിമാനത്തോടു കൂടി അവിടെ എണീറ്റു. നേരെ സഭയിലേക്ക് അങ്ങോട്ട് കയറി വന്നു. ഇവിടെ വന്നു. താമസം ഉണ്ടായില്ല. ബില്ലെടുത്തു. കട നിലത്ത് കുത്തി. ഇവിടെ വരെ ശിശുപാലൻ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഇപ്പോൾ തനിക്ക് കൂടുതൽ കേമത്വമൊന്നുമില്ല. എന്നാൽ വളയോ നോക്കണമല്ലോ. അവനെ കൊണ്ട് വളയ്ക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ച വളയാത്തതൊന്നോ കണ്ടോട്ടെ എന്ന് വിചാരിച്ചും കൊണ്ട് ജരാസന്ധൻ തൻ്റെ ബലം മുഴുവൻ പ്രയോഗിച്ചും കൊണ്ട് ആ വില്ലങ്ങോട്ട് വളച്ചു. വില്ല് വളച്ചപ്പോൾ വില്ലങ്ങോട്ട് വളഞ്ഞു. ബലത്തിൻ്റെ അധികം കൊണ്ടേ ഞാൻ കൂട്ടിക്കെട്ടിക്കൂടെ? അതില്ല, വില്ല് വളഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ കൂട്ടിക്കെട്ടണമെങ്കിൽ അത്രയും കൂടി വളയണം. പകുതി വളയുകയും ചെയ്തു. പിന്നെ എന്താ വേണ്ട വിഷയമില്ലാണ്ട് അഭിമാനം കൊണ്ട് ഞാൻ ആദ്യം അങ്ങോട്ട് നിർത്തുകയ്യ, ഇങ്ങോട്ട് വളയണമില്ല. എന്താ വേണ്ടത് നിശ്ചയമില്ല. ക്ഷണം നേരം നിന്നു. പക്ഷേ ക്ഷണം നേരം കഴിഞ്ഞു. വില്ല് പെട്ടെന്ന് അങ്ങോട്ട് നിവർന്നു. ജരാസന്ധൻ ചട്ടപ്പെട്ട ധേന്ന് മറിഞ്ഞങ്ങോട്ട് വീണു. വില്ലിൻ്റെ തലയ്ക്ക് ചെന്ന് ജരാസന്ധൻ്റെ തലയങ്ങോട്ട് അടിച്ചു. വായല പല്ലും മുടി ബ്രങ്ങോട്ട് തെറിച്ച് 4 പുറം. ക്ഷണനേരം എന്താ ഉണ്ടായ നിശ്ചയമില്ല. തലയങ്ങോട്ട് തരിച്ചേ. കഴിഞ്ഞ് ബോധം ഉണ്ടായപ്പോഴാണ് വായിൽ പല്ലൊന്നുമില്ല. എവിടെ പോയി? ഇവിടെ കിടക്കണ്ടാവും. തപ്പി തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ഇനി പല്ല് കൊണ്ടുപോകാണ്ട് പോയാൽ ഇനി അടുത്ത് വരണ ആൾ അതേ അതായത് ഇവിടെ ഇങ്ങോട്ട് വരാം ആ പല്ല് പറക്കി കൊണ്ടുപോവാ എന്ന് പറഞ്ഞാൽ പല്ല് പറക്കാൻ ആദ്യം താൻ കയറി വരണം. അതിന് മുമ്പ് ഇപ്പം തന്നെ പറക്കിക്കൊണ്ടായ വിഷമമില്ലല്ലോ. കമ്മന്നടിച്ച് കിടക്കുക. തപ്പി തുടങ്ങി. തപ്പിയപ്പോൾ കൈ കിടന്നത് എന്താ നോക്കാനൊരു ക്ഷമയില്ല. തല പൊക്കി നോക്കണ്ടേ? കിടന്നുകൊണ്ട് എവിടെ സൂക്ഷിക്കാൻ ഇഷ്ടമില്ല. 1-2 പല്ലൊക്കെ കൈ പിടിക്കാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള പല്ലോ വായലിക്കിട്ട് തുടങ്ങി. ഈ കൈ കൊണ്ട് തപ്പി കിട്ടിയാൽ വായലിക്കിട്ട്, മറ്റേ കൈ കൊണ്ട് തപ്പി കിട്ടിയാൽ കയ്യിലേക്ക് ഇടുന്നത് വയലിക്കിടുന്നത് മുഴുവൻ പല്ലാണോ എന്ന് ഇഷ്ടമില്ല.
കുറച്ച് നേരം ഈ വായ നടന്നു. വായ അമ്മായി വായിൽ ഇനി കൊള്ളില്ല എന്ന് ഉറപ്പായപ്പോൾ എണീറ്റു. ഈ വായലല്ല ഈ പല്ലുണ്ടായിരുന്നേ, പിന്നെ കൊള്ളാണ്ടായി എന്താ? അത് ആലോചിക്കുകയാണല്ലേ. വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയോളൂ. എല്ലാ പല്ലും ഇല്ലേ ഇപ്പോൾ? കല്ല് കോഴിച്ച് വായിലിട്ട് നോക്കിയാൽ അറിയാം മുഴുവൻ കൊള്ളില്ല. ബ്രഹ്മാവ് 2 വരിയായിട്ട് അടുക്കി വയ്ക്കുകയായിരുന്നാണ് ഇങ്ങനെ ഇരിക്കണത്. ഈ ശരാസന്ധൻ പുറപ്പെട്ടു. ഇനിയിപ്പോൾ എന്താ വേണ്ടേ? വിവാഹം കഴിയുന്നവരെ വരെ ഇരിക്കാൻ പറ്റുമോ? ഏതായാലും കന്യകയെ കിട്ടില്ല, ഇനി ഇവിടെ ഇരിക്കണ എന്തിനാ പൊക്കളയാ നിശ്ചയിച്ച് ആ സഭയിൽ നിന്ന് പുറത്തേക്ക് കടന്നു. പുറത്തേക്ക് കടന്നാൽ തൻ്റെ തേര് കിടക്കുന്നുണ്ട്. തേരിൻ്റെ അടുക്ക വന്നു. അപ്പോൾ ആ തേരാളി അതിൽ കിടന്ന് ഉറങ്ങുക. സാധാരണ അങ്ങനെയാണ്. വാഹനം കൊണ്ടുപോയാൽ അവന് പ്രവൃത്തിയൊന്നുമില്ലല്ലോ, അവൻ അതിൽ കിടന്ന് ഉറങ്ങും. ഇങ്ങനെ ഇവിടെ ഒന്നും വായിൽ പല്ല കൊണ്ട് ഇങ്ങനെ പറയാൻ നോക്കിയില്ല. വേഗം അവന് ഗോഷ്ഠി കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. വേഗം കുറച്ച് വേഗം കുതിരയെ കൊണ്ടുവന്ന് കെട്ടി തേരിലേക്ക് കയറും. തേരാൻ തെളിച്ചോടും. തേരാൻ ഇവിടെ അനങ്ങി തുടങ്ങിയപ്പോഴേക്കും കുറച്ച് ബ്രാഹ്മണരെ എനിക്ക് പുറപ്പെട്ടു. ഇവർ മുമ്പിലിരിക്കുകയാണ്. ഈ പല്ലൊക്കെ പറക്കി കൊണ്ടുപോകണ കണ്ടു. അത് ചിലർ എടോ കണ്ടോ പല്ല് പറക്കി കൊണ്ടുപോകണുണ്ടോ? കുറച്ച് കൊണ്ടുപോട്ടെ. അങ്ങനെ കൊടുത്തേക്ക് പോയ്യ. എന്താ അത് സ്വയംവരൻ്റെ പല്ല അവിടെ ചാടിക്കണം. എന്താടാ ചെയ്യുക? നമ്മൾ കുറേ ആൾ ചെന്നാൽ മതി. അയ്യോ രാജാവ് മഹാശൂരനാ, 2 തന്നാ മേടിക്കണ്ടേ? ഒന്നുമില്ലടോ, നമ്മൾ കുറച്ചാൾ ചെന്നാൽ മതി. എന്ത് കാര്യത്തിനും സംഘടന നല്ലതാണ്. തല്ല് കൊള്ളാനും കൊള്ളാണ്ടിരിക്കാനും നല്ലതാണ്. പോവാ നമുക്ക്. കുറച്ച് ആളുകൾ കൂടി, ബ്രാഹ്മണർ കുറച്ച് ആളുകൾ കൂടി അങ്ങോട്ട് ചെന്ന് ഈ രാജാവ് തേറാണ് ഇളകി തുടങ്ങിയപ്പോൾ അതിൻ്റെ മുമ്പിൽ ചെന്ന് തൊഴുത് പിടിച്ചുകൊണ്ട്, അല്ലേ മഹാരാജാവ്, അവിടുന്ന് എന്താ അപ്പോൾ എഴുന്നള്ളത്ത് നിശ്ചയിച്ചേ? വില്ലിൽ പരിചയം കുറവായിട്ടോ അതോ കന്യകയിൽ ആഗ്രഹം ഇല്ല കേട്ടോ? അങ്ങോട്ട് കേട്ടപ്പോൾ ദേഷ്യം വരാണ്ടിരിക്കുമോ? തേരങ്ങോട്ട് തിരിക്കാം. കടിഞ്ഞാണൊക്കെ പിടിച്ച് ഒരു ദിവസം തേരങ്ങോട്ട് തിരിച്ചു. തേരങ്ങോട്ട് തിരിച്ചപ്പോൾ ഈ ബ്രാഹ്മണർക്ക് കടിഞ്ഞാണൊന്നും പിടിക്കണ്ടല്ലോ. തേരങ്ങോട്ട് തിരിഞ്ഞോട് ഒരു കൊടുത്തൊരു ചാട്ടം ഇങ്ങോട്ട്. അല്ലേ മഹാരാജാവ് അവിടുന്ന് എഴുന്നള്ളത്ത് നിശ്ചയിച്ച് എന്താണോ? കന്യകയിൽ ആഗ്രഹം ഇല്ല എന്നിട്ടോ അതോ വില്ലിൽ പരിചയം കുറവായിട്ടോ? അതോ വില്ലിൽ പരിചയം കുറവായിട്ടോ കന്യകയിൽ ആഗ്രഹം ഇല്ല എന്നിട്ടോ? ചോദിക്കുന്നത് ഒന്ന് തന്നെയാണ്. 2 തവണ മാറി ചോദിച്ചപ്പോൾ ദേഷ്യം അങ്ങോട്ട് സഹിക്കുക വയ്യാണ്ട വർദ്ധിച്ചു. ഒരിക്കൽ ചോദിച്ചപ്പോൾ പോയില്ലേ അവിടെ നിന്ന്? പോയില്ലേന്ന് വായന്ന് പല്ല ആദ്യമാണ് പോയതേ. പല്ല് എല്ലാം അതിലേടോ എല്ലാം ഇനി പോവുക. ബ്രാഹ്മണരെ കൂടി പോയി യഥാസ്ഥാനത്ത് അവിടെ ഇരുന്നു. ഇങ്ങനെ ജരാസന്ധനെ കൊണ്ടും സാധ്യമില്ല. പിന്നെ പുറപ്പെട്ട ആള് മഹാബലവാനായിട്ടുള്ള ആള് ആരാ? കർണൻ. എന്താ കർണന് സ്വതവേ മോഹം ഉണ്ടായിരുന്നില്ല. ദുര്യോധനൻ്റെ നിർബന്ധം കൊണ്ട് പുറപ്പെട്ടതാണ്. ദുര്യോധന ക്ഷണം കിട്ടിയപ്പോൾ ആദ്യം സന്തോഷമായെങ്കിലും മുഴുവൻ മനസ്സിലാക്കിയപ്പോൾ അയ്യോ ഇങ്ങനെയാണല്ലേ, ക്ഷണാണ് കിട്ടിയപ്പോൾ വിചാരിച്ച് തന്നെ ക്ഷണിക്കണം, തനിക്ക് കന്യകയെ തരിക എന്നാണ് വിചാരിച്ചത്. വില്ലെടുത്ത് ലാക്ക് മുറിക്കുന്ന ആൾക്ക് അയ്യോ എനിക്കത് അത്ര പരിചയമില്ലല്ലോ വില്ലെടുക്കാൻ. ഗത കൊണ്ടുള്ള വല്ല പ്രയോഗം വെച്ചാൽ ഞാനാവായിരുന്നു. ഇനിയിപ്പോൾ എന്താ വേണ്ടേ? അപ്പോഴാണ് ഓർമ്മ വന്ന് കർണനെയും കൂടി കൊണ്ടുപോവാം. വേഗം കർണനെ അടുക്ക ചെന്ന് കർണനെ നിർബന്ധിച്ച് കൊണ്ടുപോയി അടുക്ക ഇരുത്തിയിട്ടുണ്ട് കർണനെ. ഈ ജരാസന്ധനം കൂടി സാധിക്കാണ്ട വന്നപ്പോൾ കർണൻ്റെ ചെവിയിൽ പറഞ്ഞോണി, കർണ 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 എന്താ നീ ഇപ്പം ആരാ വില്ലെടുക്കാൻ ആവോ? ആരെങ്കിലും വേണ്ടേ കർണ? വേണ്ടതാണ്. പുറപ്പെടൂ കർണ. ഞാൻ പുറപ്പെടണില്ല. എന്താ കർണ പുറപ്പെടൂ കർണ. ഇല്ല. എന്താ കർണ? നല്ല കന്യകയാ, സുന്ദരിയായിട്ടുള്ള കന്യകയാ. ആയിക്കോട്ടെ കർണ പുറപ്പെടൂ കർണ. എന്താ കർണൻ എന്താ മോഹമില്ലായ്മ? വേണ്ട. എന്താ കർണ? നല്ല നേരെയാവില്ല. എന്താ കർണ അങ്ങനെ പറയണത്? കർണനെ പോലെ വലിയ പരിചയം ഉണ്ടായിട്ടിന്ന് ലോകത്തിൽ ആരാ? അതൊക്കെ ശരിയാ, നല്ല ഭംഗിയാവാൻ വിഷമാ. പുറപ്പെടൂ കർണ. ഇനി ആഭിജാത്യം കുറവാന്ന് വല്ല ആക്ഷേപവും വന്നെങ്കിലോ തെറ്റാവും അല്ലേ കർണ? അത് സാരമില്ല. കർണൻ പോയി വില്ലെടുത്ത് ലാക്ക് മുറിച്ച് ഇങ്ങോട്ട് പോന്നോളൂ. വിവാഹത്തിന് ഞാൻ അവിടെ എത്തിക്കൊള്ളാം. ഈ വിവാഹത്തിന് ആഭിജാത്യം നോക്കാറുള്ളൂ, വില്ലെടുക്കണതിന് ആഭിജാത്യം നോക്കാനില്ല. നമുക്ക് 2 പേർക്കും കൂടിയാണ് കാര്യം സാധിക്കാം. എന്താ കാരണം നമ്മൾ സഖാക്കളല്ലേ? സഖാക്കളാവുമ്പോൾ ഒരു ദിവസം അങ്ങനെയാണല്ലോ പതിവ് അല്ലേ?
അങ്ങനെയാവാം. എൻ്റെ കർണ പുറപ്പെടൂ കർണ, പുറപ്പെടൂ. ഒരു കാര്യം ചെയ്തോളൂ, കർണ വില്ലെടുത്ത് ലാക്ക് മുറിച്ച് അപ്പം അവിടെ പോകുന്നോളൂ, ഒരു നിമിഷം അവിടെ നിൽക്കണ്ട. എനിക്ക് വില്ലെടുക്കണ കാര്യത്തിൽ അത്തിരി പോരായല്ലേ, വിവാഹത്തിന് ഒരു പോരായില്ലേ കർണ, എൻ്റെ കർണ എന്ന് മഹാരാജാവ് ദുര്യോധനൻ നിർബന്ധിച്ചു തുടങ്ങിയപ്പോൾ കർണന് സാധ്യമല്ല എന്ന് പറയുക വയ്യ. കർണന് യോഗ്യതയൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കുന്ന ദുര്യോധനാണ്. ആ എന്നാ അങ്ങനെ ആവാം, ലാക്ക് മുറിച്ച് അപ്പം അവിടെ പോരും, അത് മതി, പോന്നോളൂ, പിന്നെ നിൽക്കണ്ട ആ എന്ന് പറഞ്ഞും കൊണ്ട് കർണൻ അങ്ങോട്ട് എനിക്ക് പുറപ്പെട്ടു. യാതൊരു പരിഭ്രമവും കൂടാതെ കണ്ട് കർണൻ നേരെ സദസ്സിലേക്ക് അങ്ങോട്ട് വന്നു. അടുക്കെത്തി, വില്ലിൻ്റെ അടുക്കെത്തി, വില്ലെടുത്തു, അതിൻ്റെ കട നിലത്ത് കുത്തി, ഇടത്തെ കൈ കൊണ്ട് വില്ലിൻ്റെ തലക്കെ പിടിച്ചു, ആ വില്ല് ഇങ്ങോട്ട് വളച്ചു. വളച്ചപ്പോൾ കർണനൊരു പ്രയാസം കൂടാതെ കണ്ട വില്ല് ഇങ്ങോട്ട് വളയണത് ഒരു ഞെരുക്കവും ഇല്ലേ കർണന്. ഞാനെടുത്തു ചെറ്റി കെട്ടാൻ ഭാവിച്ചപ്പോൾ 2 വിരൽ നീളം കൂടി വേണം, ഒന്നും കൂടി വലിയണം, എന്നാൽ കെട്ടാൻ പ്രയാസം ഇല്ലേനും. എന്നാൽ ആദ്യം ആയിക്കളയാ, രണ്ടാമത് വളയ്ക്കാൻ വേണ്ടി ഒന്നും കൂടി ഇങ്ങോട്ട് ബലം പ്രയോഗിച്ചു. പിന്നെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ആർക്കും എന്താ മനസ്സിലായില്ല. അതോടുകൂടി ആ കർണൻ ചടപടധേന്ന് പറഞ്ഞങ്ങോട്ട് വീണു. ആ വലിയ മില്ല പെട്ടെന്ന് അങ്ങോട്ട് നിവർന്നു. കർണൻ്റെ കൈയും കാലും അതിൻ്റെ ഇടയിൽപ്പെട്ടു. അഭിമാനിയായുള്ള ആളാണല്ലോ കർണൻ. ഇത്ര വളരെ ആള് കാങ്കരയാ മറിഞ്ഞു വീണതേ. ആ ഒമാനം കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് എണീറ്റപ്പോൾ വീഴ്ചയുടെ ശക്തി കൊണ്ട് നടക്കാൻ ലേശം ഒരു പ്രയാസം. കർണൻ എവിടെയുണ്ട്, ഒരു ലേശം ഒരു ഗുരുത്വത്തിൻ്റെ കുറവ്. കാര്യം സാധിക്കണമെങ്കിൽ ഗുരുത്വം ഉണ്ടാവണം. ലേശം അതിൻ്റെ വളരെ പന്ത്യല്ലായാണ്. എന്നിട്ട് നടന്നു തുടങ്ങിയപ്പോഴാണ് വെറുതെ ഇരുന്നിരുന്ന ആളാണ് ചാടി പുറപ്പെടുത്തിട്ടാണ് ഇപ്പോൾ അത്. ആർക്കെങ്കിലും കന്നിയെ കണ്ട് മോഹമുണ്ടായ മറ്റുള്ളവൻ്റെ കാലാണ് ഇങ്ങനെയാവുക. ഓ എന്താ ചെയ്യുക, ഈ രാജാവിനെ സേവിക്കാൻ പുറപ്പെടാത്ത ഫലം അതാണ്. അടങ്ങിയിരുന്നാൽ മതിയായിരുന്നു. കാല് മാത്രമല്ല കയ്യും ഇങ്ങനെയായിട്ടുണ്ട്. ഇതിങ്ങനെ കിടന്ന് ഇങ്ങനെ ആടുള്ളൂ ഇപ്പോളേ. ഇതാണെങ്കിൽ ഇങ്ങടും പോവും, ഇതാണെങ്കിൽ ഇങ്ങടും. ഓ എന്താ ചെയ്യുക, വല്ലതും ആഹാരം കഴിക്കേണ്ട കൈ ഇങ്ങടെ പുള്ളു വെച്ചാലോ കാര്യം അപ്പോഴേ എന്താ കർണനാണെങ്കിൽ ശുണ്ഠി എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മടങ്ങി പോയിരുന്നു. ദുര്യോധനനാണെങ്കിൽ കർണൻ അങ്ങോട്ട് പോയി സന്തോഷമായി. ഇപ്പോൾ പോയി കർണൻ അവിടെ ചെന്നാൽ വെല്ലെടുക്കലും ലാക്ക് മുറിക്കലും ഒക്കെ ഇപ്പോൾ കഴിയും. അപ്പോഴേക്കും തനിക്ക് അങ്ങോട്ട് എത്തണം. വേഗം അലങ്കാരം ഒന്ന് ഭംഗിയാക്കിക്കോട്ടെ. ഈ മാല ഇടുമ്പോൾ നല്ല അലങ്കാര ഭംഗിയാവണം എന്നാ. കന്യക ആദ്യം മുഖത്ത് നോക്കുമ്പോൾ ഉണ്ടാവണ ഭാവം അവസാനം വരെ ഉണ്ടാകുന്ന, അതാണ് ഈ അലങ്കരിക്കണതിൻ്റെ ആവശ്യം. കിരീടം അത് നല്ലത് തന്നെയാണ്, അത് മതി. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഇരുന്നോട്ടെ, അത് വേണ്ട, ഇത്ര വേണ്ട, ഇത്ര മതി. ഇത്രയായാൽ ഏതാണ്ടാവും പോരെ. കുറി, കടകം, അംഗവസ്ത്രം ഒന്ന് ഭംഗിയാക്കി കെട്ടാം. ഗത വിവാഹത്തിന് ആവശ്യം ഇരുന്നോട്ടെ, എപ്പോഴും ആവശ്യം വരാൻ നിശ്ചയമില്ലല്ലോ. അത് ഗത എടുത്തു. ഇനി ഉപയോഗം ആവശ്യം വരിക സാധനം കയ്യിലില്ല എന്ന വിഷമല്ലേ, കളയാം. ദുര്യോധനൻ ഞെളിഞ്ഞും കൊണ്ട് അങ്ങട. ഇങ്ങനെയാണ് ഒരു പ്രയത്നവും കൂടാതെ കണ്ട് കന്യകയെ സമ്പാദിക്കുക. നല്ലൊരു സേവനം ഉണ്ടായാലത്തെ ഗുണം അത്. നല്ല സഖാക്കൾ കയ്യിലുണ്ടെങ്കിൽ വലിയ പ്രയത്നം ഇല്ലാണ്ട് ഏത് കാര്യവും നടക്കേ. അഭിമാനം വിചാരിച്ചും കൊണ്ട് ഞെളിഞ്ഞും കൊണ്ട് അങ്ങോട്ട്. അങ്ങനെ ഞെളിഞ്ഞ് കുറേ നേരം കഴിയപ്പോൾ ഞെളിയൽ വല്ലാണ്ടായാൽ പിന്നെ ഞെളിയെന്നല്ല ഇതിന് പറയേ, മലക്കുക എന്നാ പറയാം. ദുര്യോധനം മലന്നും കൊണ്ട് അങ്ങട്. കർണനാണെങ്കിൽ ഇവിടെ കുനിഞ്ഞും കൊണ്ട് ഇങ്ങിടും. ഒരാൾ കുനിഞ്ഞും കൊണ്ട്, ഒരാൾ മലന്നും കൊണ്ട്. രണ്ടാൾ സഞ്ചരിക്കണ വഴി ഒന്നാ. അങ്ങടും ഇങ്ങടും കാണില്ല എന്നേ ഉള്ളൂ. എന്താ വെച്ചാൽ ഒരാൾ മുകളിലുള്ളത് കാണുള്ളൂ, ഒരാൾ ചോട്ടിലുള്ളത്. 2 പേർക്കും പരിഭ്രമം ഉണ്ട് പോകാൻ. ഒരാൾക്ക് ഇങ്ങോട്ട് പോരാനാണോ ഒരാൾക്ക് അങ്ങോട്ട് പോകാനാണെന്നേ ഉള്ളൂ. അവിടെ ചെന്ന് കന്യകയുടെ മാലയിടാൻ പരിഭ്രമിച്ചും കൊണ്ടാണ് മലന്നും കൊണ്ട് പോണത്. ഒരാൾ ഒരിക്കലും വന്ന് അടങ്ങിയിരിക്കാനാ. 2 പേരും മാർഗബന്ധം വെച്ച് കൂട്ടിമുട്ടിയപ്പോഴാണ് മലന്ന ആള് ഒന്ന് കമന്നത്. കമന്ന ആൾ നീരുകയും ചെയ്തു. അപ്പോഴാണ് എന്താ കാരണം ഞാനങ്ങോട്ട് വരാൻ വളരെ അമാന്തമായി ഉണ്ടാവില്ലേ? ഓ വേഗം ചെന്നോളൂ. വില്ലെടുക്കലും ലാക്ക് മുറിക്കലും ഒക്കെ ഉണ്ടായില്ലേ? എല്ലാം ഉണ്ടായിട്ടുണ്ട്. വില്ലെടുത്തോ, പിന്നെ വില്ലൊക്കെ എടുത്തു. ലാക്ക് മുറിച്ചോ, എല്ലാ ലാക്കും മുറിച്ചു. എല്ലാ ലാക്കോ
ലാക്കൊന്നല്ലേ ഉള്ളൂ, അതല്ല എല്ലാം മുറിഞ്ഞു, എല്ലാം മുറുകി. ഏത് ലാക്ക്? അവിടെയുള്ള ലാക്കല്ലേ? അല്ല, ഇവിടുത്തെ ലാക്കാണ് മുറിഞ്ഞത്. ഏത് ലാക്ക്? അങ്ങയുടെ ലാക്ക്. എൻ്റെ ലാക്കോ? എന്ത് ലാക്കാ? കന്യകയും കൊണ്ടുപോകാന്നുള്ള ലാക്ക്. എന്താ കാരണം? എന്താ ഉണ്ടായേ? ഇതന്നെ ഉണ്ടായത്. എന്താ കാരണം? പറയുമ്പോൾ ഒരു ബന്ധിയല്ലായ, പറയുമ്പോഴെല്ലാം നടക്കുമ്പോൾ കൈയുണ്ട് പോ. എന്താ ഉണ്ടായേ? എന്താ എന്താ? രണ്ടുപേരും കൂടി അവിടെ വന്നിരുന്നു. ഇങ്ങനെ മഹാബലവാനാണ്, അത്യഭ്യാസിയായിട്ടുള്ള ആളാണ്, ഇന്ന് പ്രസിദ്ധനായിട്ടുള്ള കർണനെ കൊണ്ടും സാധ്യയില്ല. ദൈവാധീനവും ഗുരുത്വവും ഉണ്ടെങ്കിലേ ഏത് കാര്യം വേണ്ട പോയാവുള്ളൂ. പൗരുഷം കൊണ്ട് മാത്രം സാധ്യമില്ല. പിന്നെ കുറച്ച് നേരത്തേക്ക് ആരുമില്ല, ആരും വലിയെടുക്കാനില്ല. ശല്യരൊന്ന് വന്ന് നോക്കിപ്പോയി എന്നുള്ളൂ, വലിയ ശല്യമൊന്നും ആർക്കുണ്ടാക്കിയില്ല, അത്രേ ഉള്ളൂ. ആ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ബ്രാഹ്മണർ ഒരാളുടെ മുമ്പിലുണ്ടല്ലോ, ഇനി ആരും വലിയെടുക്കാനില്ലാണ്ടായപ്പോൾ അവർ ചില ആൾ, എടോ ഇങ്ങനെ ആയാൽ മതിയോ? ഈ സ്വയംവരം ഒന്ന് ഭംഗിയാക്കണ്ടേ? വേണം. നീ ആരാ വില്ലെടുക്കാൻ? ആവോ ആരെങ്കിലും വേണ്ടടോ? വേണ്ടതാണ്. എന്താ ഇപ്പം ചെയ്യുക? നിശ്ചയില്ല. എന്താ വേണ്ടത്? നിശ്ചയില്ല. എടോ ഇത്ര വലിയ പരീക്ഷയൊക്കെ നിശ്ചയിച്ച് ആരാ ഉണ്ടാവുക? ആർക്കായാലും തൻ്റെ പുത്രിയെ സാമാന്യമൊരാൾക്ക് കൊടുക്കണമെന്ന് മോഹം ഉണ്ടാവും. എന്നാൽ ഈ നടക്കാത്ത പരീക്ഷയൊക്കെ സാധിക്കണമെന്ന് വിചാരിച്ചാൽ വിഷമോടോ? ആരും വിചാരിക്കേണ്ടതാണത്. വിവാഹത്തിൻ്റെ പ്രായമായ വലിയ തിരക്കേടില്ലാത്ത ഒരു തന്നെ കിട്ടി അങ്ങോട്ട് കൊടുക്കുക, അതാ ഭേദം. അല്ലാതെ കണ്ട് ഇത്ര കേമായിട്ടൊക്കെ ആയാൽ അവിടെ പാഞ്ചാല മഹാരാജാവ് നമ്മളല്ലല്ലോ നിശ്ചയിക്കണത്. അത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ആരായാലും ഇനിയിപ്പോൾ എന്താ വേണ്ടേ? ആവോ ഇപ്പോൾ നല്ല സുന്ദരിയായിട്ടൊരു കന്യക ആരും വിവാഹം ചെയ്യാല്ലാണ്ട് ഇങ്ങനെയുണ്ട് കഴിഞ്ഞു കൊണ്ട് വെച്ചാൽ കഷ്ടമല്ലോടോ. നമ്മളെന്തോടോ ചെയ്യുക? നമുക്കും ഇല്ലയുടെ ഒരു ഭാരം. എന്ത് ഭാരം? നമുക്കും ഉണ്ട് ഭാരം. എന്താന്ന് പറയാം? അത് പറയാം. ഈ കന്യക വിവാഹ മണ്ഡപത്തിലേക്ക് ഇങ്ങോട്ട് പോരുമ്പോൾ ബ്രാഹ്മണരായ നമുക്കൊക്കെ ദക്ഷിണ തരുകയുണ്ടായി ഇല്ലേ? നമ്മളൊക്കെ അനുഗ്രഹിക്കുകയുണ്ടായി ഇല്ലേ? താനെന്താ അനുഗ്രഹിച്ചേ? എന്നോടാ ചോദിക്കണത്, എന്താ അനുഗ്രഹിച്ചതെന്ന്? ഇപ്പം അങ്ങനെ കാലും ഇട്ടിരുന്നാൽ പോരാ. എന്താ അനുഗ്രഹിക്കുകയുണ്ടായേ? ഞാൻ അനുഗ്രഹിച്ചു. എന്താ അനുഗ്രഹിച്ചേ? അഭിമത ഭർത്തൃഭാഗിനി ഭൂയാഹം. എന്താടോ എൻ്റെ അർത്ഥം? അത് നല്ല വിഷയമില്ല. പിന്നെന്താ? അതങ്ങനെ കേട്ടിട്ടുണ്ട്, അങ്ങനെ അനുഗ്രഹിച്ചു എന്നുള്ളൂ. നിനക്ക് ഇഷ്ടനായിട്ടുള്ള ഭർത്താവ് ഉണ്ടാവട്ടെ എന്നല്ലേ? അങ്ങനെ ആയിരിക്കും. എന്താടോ അനുഗ്രഹത്തിന് ഫലം? താൻ എന്തോടോ അനുഗ്രഹിച്ചേ? ഞാൻ അനുഗ്രഹിച്ചത് സുമംഗലീ ഭവാന. എന്നിട്ട് എന്താ ഫലം? വല്ലതും ഉണ്ടോടോ? ഇങ്ങനെ നമ്മളെല്ലാവരും അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരാളുടെ അനുഗ്രഹത്തിന് ഫലമില്ല എന്നല്ലേ ഇപ്പോൾ വരണത് അല്ലേ? ബ്രാഹ്മണരായിട്ട് നമ്മളെ കുറേശ്ശൊക്കെ ആളും ബഹുമാനിക്കുന്നുണ്ടെന്നാണ് വെച്ചേക്കണത് അല്ലേ? ഇനി ഇതും കൂടി ഇല്ലയാണ്. ഈ കഥ പ്രസിദ്ധമായ ആരും മാനിക്കാണ്ടാവില്ല. ഉണ്ടോ? തോന്നുന്നുണ്ടോ? ബ്രാഹ്മണരെ കണ്ട് പൂജിക്കണം എന്നാണ് പറയുക. ഈ കഥ പ്രസിദ്ധമായ പൂജ ഉണ്ടാവും, കൈ നിർത്തിയിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. അത് കൂടാണ്ടിരിക്കണമെങ്കിൽ ഈ നമ്മുടെ അനുഗ്രഹത്തിന് ഫലമുണ്ട് എന്ന് ആളെ മനസ്സിലാക്കണം. ഇത് എല്ലാവരും കൂടണ സ്ഥലം അത് അല്ലേ? ലോകത്തിലുള്ളവരൊക്കെ ഒരു വിധം ഇവിടെ കൂടുന്നുണ്ട്, അവർക്കൊക്കെ മനസ്സിലാക്കണം. ഇനി എന്താണോ ചെയ്യുക? രാജാക്കന്മാരാരും വലിയെടുക്കാൻ പ്രാപ്തിയുള്ളവരില്ല. നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടാവും. അതെ വരെ പോകാൻ പറ്റേ പരിഭ്രമിച്ച് പോകാൻ പറ്റില്ല. കാര്യം മുഴുവൻ പറഞ്ഞിട്ട് പുറപ്പെടുക. നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ നോക്കുക, എന്നിട്ട് പരീക്ഷിക്കുക. ഇല്ലെങ്കിൽ വേണ്ട. നമ്മൾ പ്രയത്നിച്ചില്ല എന്ന് വരരുത്. അതോ ഇനി വില്ലെടുക്കാൻ അതിനുള്ള കഴിവുള്ളവർ വേണ്ടോ? ഉണ്ടാവും. ഇല്ലെങ്കിലോ വേണ്ട. അന്വേഷിക്കുക. രണ്ട് കാര്യം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, കന്യകയ്ക്ക് അനുരൂപനാവണം. പിന്നെ ഒന്ന്, വില്ലെടുക്കാൻ പ്രാപ്തി ഉണ്ടാവണം. രണ്ട് ഗുണം പ്രധാനമായിട്ട് നോക്കിയാൽ മതി. ഒരു കാര്യം ചെയ്യാം, ഇവരെല്ലാവരും നോക്കി വേണമെങ്കിൽ നേരം കുറച്ച് വരും. കുറച്ചാൾ അതിലേ പോവുക, കുറച്ചാൾ ഇതിലേ പോവുക, ചില ആൾ ഇതിലേ പോവുക. എന്നിട്ട് രണ്ട് ഭാഗത്ത് നോക്കുക അങ്ങനെ ആരെങ്കിലും ഉണ്ടോയെന്ന്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ കൂട്ടിക്കൊണ്ടുവന്ന് ഇത് ഭംഗിയാക്കുക. എന്തോടോ നോക്കിയല്ലേ, അന്വേഷിക്കല്ലേ എന്ന് പറഞ്ഞും കൊണ്ട് ബ്രാഹ്മണരെ അസംഖ്യ ആളുകൾ വില്ലെടുക്കാൻ പ്രാപ്തിയുള്ള ഒരാളുണ്ടോ എന്ന് അന്വേഷിച്ചും കൊണ്ട് പുറപ്പെട്ടു. ഇതിനെ അങ്ങോട്ട് തുടങ്ങാം. ഇയാളായാലും എന്തോ കുന്തം പിടിച്ചുകൊണ്ട് നിൽക്കണ്ടല്ലോ അവിടെ. എന്തോടോ അയാളെ കൊണ്ടാവില്ല, കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ? അയാൾ ഏതായാലും പുറപ്പെടുവിക്കണ്ട, ആവശ്യമില്ലാത്തന്നെ പുറപ്പെടുവിച്ച് അബദ്ധാക്കണ്ട. മറ്റേയാളോ അത് വേണ്ട. ഇയാള് ഇതിന് ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇരിക്കുമ്പോഴാണ് പഞ്ചലായ മനസ്സിലാവേ. അങ്ങോട്ട് നോക്കി അവിടെ അവിടെ ഇവിടെ ഇയാൾ കണ്ടാ വലിയ തിരക്കേടില്ലല്ലോ, വേണ്ട.
അങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ പോയി തുടങ്ങി. ആ ഇവിടെ കുറേ മഹാകേമന്മാരുണ്ട്, ഇവിടെ നോക്കാം, ഇതിൻ്റെ ഇടയിലില്ല. അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ പോണു. അങ്ങനെ പോയി കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഭീമസേന ഇരിക്കുന്നുണ്ട്, നടുക്കാനിരിക്കണതേ. ആ ഭീമസേനെ കണ്ടപ്പോൾ അവർ, ഓ താനല്ലേ പറഞ്ഞേ നമ്മുടെ ഇടയിൽ ആരും ഉണ്ടാവില്ല എന്ന് അല്ലേ? അങ്ങോട്ട് നോക്കുക, അങ്ങോട്ട് പിന്നിലേക്ക് ഒന്ന് നോക്കാൻ. കണ്ടല്ലേ, ഈ വില്ല എന്നല്ല ഏത് വില്ലെടുക്കാൻ പറ്റുന്ന ആളാ. അതാ ഇരിക്കണോ? ചെന്ന് ചോദിക്കുക, ഇപ്പം എനിക്ക് അയാളുടെ പരിചയം ഉണ്ടോടോ? എനിക്കൊരു പരിചയമില്ല. പിന്നെ എന്തോടോ ചോദിക്കുക? ചെന്ന് കാര്യം കൊണ്ട് ചോദിക്കുക. എന്നാലും എന്തെങ്കിലും ഒരു പരിചയം വേണ്ടേ ചോദിക്കാൻ? അല്ല പേരറിയോ? ഒരു പരിചയമില്ല, പിന്നെ പേരറിയോടോ? അല്ലാണ്ട് വിളിച്ചു തുടങ്ങാനൊരു പേരുണ്ടെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. താൻ വിളിച്ചോളോ? വിളിക്കാം, ഞാൻ പറഞ്ഞു തരാൻ പേര്. എന്നാ പറയാ അയാളെ പൊണ്ണ ബ്രാഹ്മണ എന്ന് വിളിച്ചാൽ മതി. താൻ വിളിക്കണമെന്ന് മാത്രം. വിളിച്ചോട്ടോ, സമ്മാനം കിട്ടിയാൽ താൻ മേടിച്ചൂടെ? അത്രേ ഉള്ളൂ അല്ലേ? പേര് നിശ്ചയില്ല എന്ന് ആദ്യം പറഞ്ഞതല്ലേ? നീ എന്താ എന്നങ്ങോട്ട് ചോദിച്ചു തുടങ്ങി, പറഞ്ഞു തുടങ്ങാം. എന്താ നിശ്ചയിച്ച് ബ്രാഹ്മണ അസംഖ്യ ആളുകൾ ഭീമസേനൻ്റെ അടുക്ക ചെന്നും കൊണ്ട് പറഞ്ഞു തുടങ്ങി. അല്ലേ ബ്രാഹ്മണൻ തന്നെ പോലെ ഭാഗ്യം ഉണ്ടായിട്ടൊരാളില്ല. ഇനിയിട്ട് പുറപ്പെടാൻ സുന്ദരിയായിട്ടൊരു കന്യകയെ കെട്ടും, വില്ലെടുത്ത് ലാക്കും മുറിക്കുക കൊണ്ടു. ഇനിയിക്കടോ പുറപ്പെടാ എന്ന് നിർബന്ധിച്ചു തുടങ്ങി. അങ്ങനെ നിർബന്ധിച്ചു തുടങ്ങിയപ്പോൾ ഭീമസേനൻ ഇവരൊക്കെ എൻ്റെ അടുക്ക് വന്ന് കൂടിയേക്കണെന്താ? എൻ്റെ ഈ കൂറ്റത്തം കണ്ടിട്ടാവും അല്ലേ? ചോദിക്കാം, ബ്രാഹ്മണരെ നിങ്ങൾക്ക് എന്താ മോഹം? ഞാൻ തന്നെ ഈ കന്യകയെ വിവാഹം ചെയ്യണമെന്നാണോ, അതോ കന്യകയ്ക്ക് അനുരൂപനായിട്ടൊരാളുണ്ടാവണം എന്നാണോ? എന്താ? അയാളെ വേണ്ടാക്കണം എന്ന് തന്നെയാണ് എനിക്ക് മോഹം. അങ്ങനെ പറയുകയ്യ. എന്താ അയാൾക്ക് അലോകിയാവാണ്ട പറയണം? എന്താ അത് പറയാം. അല്ല ബ്രാഹ്മണൻ, ഞങ്ങൾക്ക് താൻ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, യോഗ്യനായിട്ടൊരാൾ വേണമെന്നുള്ളൂ, അത്രയല്ലേ ഉള്ളൂ. ഇരിക്കണു അങ്ങോട്ട് പോകണം, അവിടെ ഇരിക്കുന്നുണ്ട്, സമർത്ഥനായിട്ടൊരാളിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. എന്നാൽ പോവാ ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞ ആളെ മനസ്സിലായോ? അനവധി ആളുണ്ട്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാവുക? എന്താണോ മാർഗം? അയാൾക്ക് തിരിച്ചറിയാൻ വല്ലതും ഉണ്ടോ ചോദിക്കാം. സാധാരണ ഇപ്പം എല്ലാവർക്കും കയ്യിലുണ്ടാവും തിരിച്ചറിയാനുള്ളത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതിൽ ചോദിച്ചാൽ അറിയാം. തിരിച്ചറിയാനുള്ള വല്ല മാർഗം ഉണ്ടോവോ? തിരിച്ചറിയാൻ മാർഗമുണ്ട്. എന്താ? 2 കയ്യുമ്പിലും തഴമ്പുണ്ട്. മതിയോടോ? മതി. എന്നാ പോവുക. ഇപ്പോൾ ബ്രാഹ്മണരായിട്ടുള്ള നമ്മുടെയൊക്കെ കയ്യുമ്പോൾ തഴമ്പുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ മുഴുവൻ വിശ്വസിക്കുമോ? പല തഴമ്പുള്ളവരുണ്ട്, നല്ല ദഹനക്കാരായി ചട്ടുകം പിടിച്ച തഴമ്പുണ്ടാവും. അപ്പോൾ ആ തഴമ്പ് കൊണ്ടായില്ലേ ഞാൻ തഴമ്പ് എന്നാണ് അയാൾ ഉദ്ദേശിച്ചത്. നമ്മൾ കാണുന്ന ചട്ടുകം തഴമ്പാവും. 2 കൈയിട്ട് തിരിച്ചറിയാൻ പ്രയാസമാണ്. പിന്നെ ആളൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമോ കയ്യൊന്ന് കണ്ടേ എന്ന് പറഞ്ഞു. തൻ്റെ കൈനോട്ടക്കാരനാ ചോദിച്ചാൽ കാര്യം അറിയാൻ പ്രയാസമാണ്. ഇനി എന്താടോ മാർഗം? ഒരു കാര്യം അയാളുടെ പേര് ചോദിക്കുക, എളുപ്പമുണ്ട്. അല്ല അയാളുടെ പേരും കൂടി അറിഞ്ഞാൽ എളുപ്പമുണ്ടായിരുന്നു. പേര് പറയാം. എന്താ പേരാവോ? സുന്ദരബ്രാഹ്മണൻ. സുന്ദരബ്രാഹ്മണൻ തിരിച്ചറിയാൻ പ്രയാസമല്ലോ, കണ്ടാലും സുന്ദരനാവും. അത് ഉറപ്പിക്കണ്ട. ഈ പേരും ആളുമായിട്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇവിടെ സുന്ദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണും, അയ്യോ ഇതാ സുന്ദരൻ. പേരിടുന്ന കാലത്ത് അച്ഛനും അമ്മയ്ക്കും സുന്ദരനായിരിക്കും, കാണുന്നവർ കാണുമ്പോൾ തോന്നണത്ര ആളുണ്ടെന്നിട്ടാ, അതുകൊണ്ടായില്ല. ഇനിയിപ്പോൾ എന്താ വേണ്ടേ? അതിലെ അറിയാനുള്ള മാർഗം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഭീമസേനൻ 1-2 തവണ കഴിഞ്ഞിട്ടും ഇവർ അടുക്കുന്ന പോവാണ്ട കണ്ടപ്പോൾ, ബ്രാഹ്മണരെ നിങ്ങൾ എന്താ വിചാരിക്കണേ? ഞാൻ ഒന്നിനും കൊള്ളാത്തവൻ, അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞേക്കണമെന്നാണല്ലേ? അങ്ങനെ വിചാരിക്കണ്ട. എൻ്റെ കേമത്തെ മണി കാണിച്ചു തരാം. ഞാൻ എൻ്റെ അങ്ങോട്ട് പുറപ്പെട്ടാൽ ആ സദസ്സും വില്ലും ലാക്കും കന്യകയും എല്ലാം കൂടി ഇടത്തേക്ക് കഴിഞ്ഞെടുക്കും. ഇന്ന് വലത്തേക്ക് കഴിഞ്ഞ് അങ്ങോട്ട് തിരുമ്മി നൂതി അങ്ങോട്ട് പറക്കും. അയ്യോ ഇതിൽ പൊടിക്കാൻ വശമുണ്ടെന്നാണ് പറയണത്. ഇപ്പോളേ പറക്കണമെങ്കിലേ വില്ലും ലാക്കും പൊടിച്ചോട്ടെ, ഈ കന്യകയെ പൊടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം. ഇപ്പോൾ ഒരുവിധം എല്ലാ സാധനത്തിനും പൊടിയുണ്ട്. ഇപ്പോൾ ഇതിനും പൊടി കിട്ടി തുടങ്ങിയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ വേണ്ടോടോ, പൊടിക്കണതിന് മുമ്പ് പോവുക നല്ലത്. നമുക്ക് പോവുക എന്ന് നിശ്ചയിച്ച് ബ്രാഹ്മണരെ അവിടെ നിന്ന് വേഗം പുറപ്പെട്ടു. ഏതാണ്ട് ഇന്ന ദിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, കയ്യമ്മ ലക്ഷണം പറഞ്ഞിട്ടുണ്ട്, സുന്ദര ബ്രാഹ്മണൻ എന്ന പേരും പറഞ്ഞിട്ടുണ്ട്. ചോദിക്കാൻ നമുക്ക് പോവുക.
എന്ന് നിശ്ചയിച്ചവരെല്ലാവരും കൂടി ആ സ്ഥാനത്തേക്ക് പുറപ്പെട്ടു. അവിടെ അങ്ങോട്ട് എത്തിയപ്പോൾ അർജുനനെ അറിയാൻ ഒരു പ്രയാസം ഉണ്ടായില്ല. ആകൃതിയുടെ ഒരു സൗഭാഗ്യം, എന്താ സൗന്ദര്യമോ! ഇതാണ് സുന്ദര ബ്രാഹ്മണൻ. സുന്ദരൻ തന്നെയാണ് കൊടുക്കുക. അടുക്ക എത്തിയപ്പോൾ തന്നെ സുന്ദര ബ്രാഹ്മണൻ എന്ന് വിളിച്ചുകൊണ്ടാണ് ചെല്ലണത് തന്നെ. അടുക്ക സുന്ദര ബ്രാഹ്മണൻ. അർജുന ഞാൻ സുന്ദര ബ്രാഹ്മണനോ? ഇതാരാ ഈ പേര് പറഞ്ഞു കൊടുത്തേ? നമ്മുടെ സുന്ദരബ്രാഹ്മണൻ തൻ്റെ ഒരു ഭാഗ്യം തന്നെ പറയാലോ. എടോ, വില്ലെടുത്ത് ലാക്കും കുടിച്ചാൽ സുന്ദരിയായിട്ടൊരു കന്യകയെ തനിക്ക് കിട്ടും. എനിക്ക് പുറപ്പെടാ, ഞങ്ങളുടെ സഹായം എന്താ വേണ്ട വെച്ചാൽ ചെയ്തു തരാം. എന്ത് സഹായം എന്ന് പറഞ്ഞാൽ മതി. വില്ലൊന്ന് പൊക്കി തരേ, ശരടുത്ത് തരേ, വിവാഹം ചെയ്ത് ഞങ്ങൾ തന്നെ ആ കന്യകയും കൂടിയിട്ട് തൻ്റെ ഇല്ലത്തിൻ്റെ പടി അകത്തേക്ക് കടത്തി വിടാം. എന്താടോ, അത്ര സഹായം പോരെ? എന്ന് എണീറ്റ് പുറപ്പെടൂ. സുന്ദരബ്രാഹ്മണ എണീറ്റ് പുറപ്പെടുക എന്ന് ആ ബ്രാഹ്മണര് അർജുൻ്റെ അടുക്ക വന്ന് പിന്നെ നിർബന്ധിച്ചു തുടങ്ങി. എണീക്കടോ. എന്തോടോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണേ? എണീക്കാൻ ഒന്നാവും താൻ ആലോചിക്കണതേ. ഒന്ന് കഴിഞ്ഞതാണ്, അതുകൊണ്ടാവാവോന്ന്. അതല്ലേ? സാരില്ല, അതാവാം, നമുക്കൊക്കെ ധാരാളാവാം. അതവിടെയല്ലേ, ഇവിടെ ഒന്ന് വേറെ ആവാം. എണീറ്റ് പുറപ്പെടാം. സുന്ദരബ്രാഹ്മണ പുറപ്പെടണോ എന്നടുക്ക നിന്ന് ബന്ധിച്ചു തുടങ്ങി. അർജുനനെ എന്താണ് സംശയിക്കണത് എന്നാണെങ്കിൽ താൻ ബ്രാഹ്മണനാണെന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ വില്ലെടുക്കാൻ പുറപ്പെടോ എന്നറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് ജ്യേഷ്ഠനായിട്ട് ധർമ്മപുത്രയുടെ നേരെ ഒന്നാണ് നോക്കി അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ആണ് നോക്കിയപ്പോ ധർമ്മസുതന്റെ വീക്ഷണകലയെ ലഭിച്ചു. ധർമ്മപുത്രരുടെ വീക്ഷണകല, ചില അഭിപ്രായ സൂചകമായിട്ടുള്ള നോട്ടം, അതിനെയാണ് കടാക്ഷം എന്ന് പറയാം. ഗുരുക്കന്മാരുടെ കടാക്ഷത്തിന് പറഞ്ഞതാണ് അവരുടെ അഭിപ്രായം അറിയിച്ചുകൊണ്ടുള്ളതാണ്. കടാക്ഷം പലതരത്തിലുണ്ട്, ഇല്ല. ഗുരുക്കന്മാരുടെ കടാക്ഷമാണ് അവരുടെ അഭിപ്രായം അറിയിക്കുന്നതാണ്. ജ്യേഷ്ഠനാണല്ലോ. ഇവിടെ ഇരുന്നും കൊണ്ട് അർജുന പുറപ്പെട്ടോളൂ, വൈഷമ്യൊന്നുമില്ല. അസംഖ്യം ബ്രാഹ്മണര് പറഞ്ഞ് പുറപ്പെടണമെന്ന് ഇതാതെ ശരിക്കുള്ളൂ, എണീറ്റോളൂ എന്ന് ധർമ്മപുത്രരുടെ അഭിപ്രായം അറിഞ്ഞു. ആ സമയത്ത് തന്നെ ഭഗവാന്റെ നേരെ നോക്കി. ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ എന്നുള്ളിൽ ഇരിക്കണ്ടേ. ഭഗവാന്റെ നേരെ നോക്കി. ഭഗവാൻ അർജുന എന്തിനാ പരിഭ്രമിക്കണത്? എനിക്കോടൂ, താമസിക്കണ്ട എന്ന് ഭഗവാന്റെയും രണ്ടുപേരുടെയും അനുവാദം ലഭിച്ചുല്ലോ. ദൈവാഹേനവും ഗുരുത്വം ഏത് കാര്യത്തിനും പ്രധാനമുള്ളതാണ്. ഇത് രണ്ടും ലഭിച്ചു കഴിഞ്ഞപ്പോ അർജുനൻ ബദ്ധോദ്യമനായിട്ട് ഉത്ഥാനം ചെയ്തു. വില്ലെടുക്കാൻ സന്നദ്ധനായിട്ട് ഇരുന്നതിക്ക് നേരെ എണീറ്റു. എണീക്കണ കണ്ടപ്പോൾ ബ്രാഹ്മണർക്കുണ്ടായ സന്തോഷം എത്രയാന്ന് കണക്കില്ല. അവര് പറഞ്ഞിട്ട് എനിക്ക് പുറപ്പെടണമെന്നാണ് വിചാരേ. സുന്ദര ബ്രാഹ്മണ വരാ അങ്ങോട്ട് വരാ, ഇതിലേ വരാ, ഞങ്ങൾ നേരെയാക്കാം, അങ്ങോട്ട് വരാ എന്ന് പറഞ്ഞ കുട്ടി കൊണ്ടുപോയി. ആ കൊണ്ടുപോകണ വഴിക്ക് പ്രണമ്യ ഭക്തിയോടുകൂടി ദ്രോണകൃപന്മാരെ പ്രണമനം ചെയ്തു. ദ്രോണാചാര്യരെയും കൃപാചാര്യരെയും നമസ്കരിച്ചു. വളരെ ഭക്തിയോട് കൂടിയിട്ട്. ആചാര്യന്മാരാണ്, അവരുടെ അനുഗ്രഹം ഏത് കാര്യത്തിനും പ്രധാനമാണ്. അങ്ങനെ ഗുരുക്കന്മാരെ വന്ദിച്ചു. അതിൻ്റെ ശേഷം ശൗര്യം പ്രണമ്യ ഭഗവാൻ ശ്രീകൃഷ്ണനെയും നമസ്കരിച്ചു. അതെങ്ങനെ? ഇതേപോലെ തന്നെ അടുക്ക ചെന്ന് നമസ്കരിച്ചു, അങ്ങനെയല്ലേ? അതില്ല. മനസാ ഭക്തിയ ശൗര്യം പ്രണമ്യ, മനസ്സുകൊണ്ട് ഭക്തിയോടുകൂടെ ഭഗവാനെയും വന്ദിച്ചു. അടുക്ക ചെന്ന് വന്ദിക്കുകയുണ്ടായില്ല. അവിടെ നിന്നും കൊണ്ട് കൃഷ്ണ രക്ഷിക്കടേ എന്ന് ഭഗവാനെ മനസ്സുകൊണ്ട് സ്മരിച്ചുള്ളൂ. അതെന്താ അങ്ങനെ? ഭഗവാനല്ലേ അടുക്ക ചെന്ന് വന്ദിക്കണ്ടേ? ഗുരുക്കന്മാരാണോ? അർജുനന് അബദ്ധം പറ്റിയതല്ലേ? അതല്ല, അർജുനന് വേണ്ടത് തന്നെയാണ് ചെയ്തത്. എന്താ? ആചാര്യന്മാരെ നേരിട്ട് എന്നെ മാനിക്കണം. എന്താ? അവർ മനുഷ്യരാ, മനസ്സിൽ വിചാരിക്കണത് അറിയില്ല. ഗുരുനാഥൻ വരിക, വളരെ ഭക്തിയുണ്ട്. പക്ഷെ ഒപ്പം അങ്ങനെ ഗുരുനാഥൻ്റെ ഒപ്പം അങ്ങനെ ഞെളിഞ്ഞിങ്ങനെ നടന്നാൽ, എടാ നിനക്ക് എൻ്റെ ഒപ്പം ഞെളിയാറായില്ലേ എന്ന് തോന്നിയാൽ പിന്നെ അവൻ അധോഗതിയുള്ളൂ. ഉള്ളിൽ വലിയ ബഹുമാനമൊന്നുമില്ല. വരവായി അല്ലേ? വിചാരിച്ചു അടുക്ക ചെന്ന്
കണക്കിലാവട്ടെ കേട്ടോ, അനുഗ്രഹം ഉണ്ടാവും. ആചാര്യന്മാരെ നേരിട്ട് എന്നെ ബഹുമാനിക്കണം. ഈശ്വരനെ അങ്ങനെ അതുകൊണ്ടായില്ല, മനസാ ഭക്തിയാ, മനസ്സുകൊണ്ടാണ് ഈശ്വരനെ വന്ദിക്കേണ്ടത്. ഇവിടേക്ക് ഏത് കാര്യത്തിന് പുറപ്പെടുമ്പോഴും കൃഷ്ണ ജഗന്നായക അവദ്ബാന്ധവ എന്ന ഭഗവാനെ സ്മരിച്ചും കൊണ്ട് പുറപ്പെട്ടാൽ എത്ര പ്രയാസമുള്ള കാര്യവും നിഷ്പ്രയാസം സാധിക്കും. അർജുനന് നല്ല പോലെ അറിയാം. അങ്ങനെ ഭഗവാനെയും വന്ദിച്ചതിൻ്റെ ശേഷം മംഗളരംഗഭൂതലം അലഞ്ചക്രേ, മംഗളരംഗഭൂതലത്തെ അലങ്കരിച്ചു. ആ ബ്രാഹ്മണരെ അങ്ങോട്ട് വരിക, അങ്ങോട്ട് വരിക, സുന്ദര ബ്രാഹ്മണൻ അങ്ങോട്ട് വരിക, കൂട്ടി കൊണ്ടുപോയി ആ രംഗസ്ഥലത്തേക്ക് അങ്ങോട്ട് ചെന്ന് കയറി. ആ ചെന്ന് കയറി എന്ന് പറഞ്ഞാൽ പോരാ, അലങ്കരിച്ചു. അലഞ്ചക്രേ, രംഗസ്ഥലത്തെ അലങ്കരിച്ചു. അർജുനനെ അലങ്കരിക്കാനുള്ള ആള് അതെയോ? അലങ്കരിക്കാനുള്ള ആളൊക്കെ ഇല്ലേ അവിടെ? ഒക്കെ ഉണ്ട്. അവരുടെ ഒരു അലങ്കാരമൊക്കെ കഴിയുകയും ചെയ്തു. അത് കഴിഞ്ഞ് അർജുനൻ വന്ന് നോക്കിയപ്പോഴാണ്, അയ്യോ ഇങ്ങനെയപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ഓ, കുറേയും കൂടിയൊക്കെ നന്നാക്കിയെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാവുമായിരുന്നു. എന്താ ചെയ്യുക, ഇവിടുത്തെ ഒരു സമ്പ്രദായം എങ്ങനെയാണ് അല്ലേ? എങ്കൂടെ ഒന്നും കൂടി നേരെയാക്കാം എന്ന് വിചാരിച്ച് അർജുനൻ്റെ വക ഒന്ന് അലങ്കരിക്കലുണ്ടായി. അതല്ലേ അർജുനൻ അലങ്കരിച്ചു എന്ന് പറഞ്ഞാൽ അതല്ലേ? അതല്ല, പിന്നെയോ തന്നെ കൊണ്ട് അലങ്കരിച്ചു എന്ന്. അർജുനെ കൊണ്ടോ? ആളെ കൊണ്ട് അലങ്കരിക്കേ, ആളെ കൊണ്ട് അലങ്കരിച്ചു. ആളെയൊക്കെ അലങ്കരിക്കുക എടുത്തു തുടങ്ങിയ സാധനങ്ങളല്ലേ അലങ്കരിക്കാൻ ഉപയോഗിക്കുക, ആളെയൊക്കെ അലങ്കരിച്ചു തുടങ്ങി. ഇതെന്താ ഇത്? അലങ്കാരത്തിൻ്റെ വസ്തുവാണ്. ഇവിടെ എന്താ ഉത്സവമാണ് കേമായിട്ട്, എന്നിട്ട് ഇതൊക്കെ അലങ്കാരം. എങ്ങനെയാ അലങ്കാരം? ഓ, പല ദിക്കിൽ പഴയ ചില ദിക്കുകളിൽ ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ കുറച്ച് പരിഷ്കാരമായി, പുതിയത് പലതും ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ ഉണ്ടാവും, ഇവിടെ ആവുമ്പോൾ ഇത്രയേ ഉള്ളൂ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇപ്പം എന്താ വേണ്ടേ? കുറച്ചും കൂടിയൊക്കെ ഭംഗിയായിട്ട് അലങ്കരിക്കാം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതെ, ഇവിടെ അലങ്കാരമൊക്കെ ഒന്ന് ഭംഗിയാക്കണം എന്ന് കുറച്ചും കൂടി. ഇനിയിപ്പോൾ എന്താ വേണ്ടേ? ഒരു കാര്യം ചെയ്യാം, നല്ല ആളെ കിട്ടില്ലേ ഇവിടെ? ആളുകളെ ആളെ എന്താ വേണ്ടേ? ചെറിയ ആളുകളെ ഇവിടെയാണ് കെട്ടി തൂക്കാൻ കുറച്ച് ആളുകളെ. എന്നിട്ടോ വലിയ ആളുകളെ ആ പുറത്ത് കുഴിച്ചിടുകയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ആളെ കൊണ്ട് അലങ്കരിക്കുക, സാധനങ്ങളെ കൊണ്ട് അലങ്കരിക്കുക എന്നല്ലാണ്ട് ഈ ആളുകളെ അലങ്കരിച്ചു തുടങ്ങി. എന്താ ഈ അർജുനനെ കൊണ്ട് അലങ്കരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ എന്നാണെങ്കിൽ, അലങ്കരിക്കുക ചെന്താ അലങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ഭംഗി വർദ്ധിപ്പിക്കൽ. അതാണല്ലോ അലങ്കാരത്തിൻ്റെ ആവശ്യം അല്ലേ? അർജുനൻ ആ സഭയിലേക്ക് അങ്ങോട്ട് കയറി വന്നപ്പോൾ അലങ്കാരമായി ഈ സഭയ്ക്ക് എന്ന് ഭംഗി വളരെ അങ്ങോട്ട് വർദ്ധിച്ചു. ഇദ്ദേഹം തന്നെയാണ് ഇവിടേക്ക് വരേണ്ടത് എന്ന് തോന്നി. മുമ്പ് വന്ന മഹാകേമന്മാർ പലരുണ്ട്, അവരാരും വന്ന പോലെ അല്ല. അർജുനൻ അങ്ങോട്ട് വന്നപ്പോൾ ശോഭ അങ്ങോട്ട് വർദ്ധിച്ചു. ചില ആൾ വന്നാൽ അങ്ങനെയാണല്ലോ, ക്രിസ്ത്യൻ അങ്ങോട്ട് ശോഭ വർദ്ധിക്കും. ചിലർ വന്നാൽ അയ്യോ ഇവരൊക്കെ മുമ്പിലല്ലേ എന്ന് തോന്നും. ആ വന്നിരിക്കുന്ന ആളുടെ ശരീരശോഭ അനുസരിച്ചാണ് ആ സദസ്സിന് ഭംഗിയുണ്ടാവുക. അർജുനൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ശൗര്യോജ്വല, ശൗര്യം കൊണ്ട് ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് അർജുനൻ. അർജുനൻ അങ്ങോട്ട് കയറി വന്നപ്പോൾ എന്നെ തോന്നി. എന്നാ എങ്ങനെയാണ് അങ്ങോട്ട് വരണത് എന്നാണെങ്കിൽ, കൃഷ്ണഗൂഢവലൽക്കടാക്ഷയുഗള ശ്രീരാജി നീരാജിത, കൃഷ്ണയുടെ ഗൂഢമാകും വണ്ണം വലത്തായിട്ടുള്ള കടാക്ഷ ശ്രീരാജി കൊണ്ട് നീരാജിതനായിട്ടാണ് ഒരു നീരാഞ്ജന ഒഴിച്ചിലുണ്ടായി. അർജുനോട് കയറി വന്നപ്പോഴോ അതെ, ആരാ നീരാഞ്ജന ഒഴിയാൻ? വേറെ ആരുമില്ല. പിന്നെ ആരാ? ദ്രൗപദി തന്നെയാണ്, കൃഷ്ണ തന്നെയാണ് ഉണ്ടായത്. ഈ നീരാഞ്ജന ഒഴിയാനോ? അങ്ങനെയാണോ പതിവ്? ഇവിടെ എങ്ങനെയാണ് ഉണ്ടായെന്ന് വെച്ചാൽ മതി, പതിവ് നോക്കണ്ട. അപ്പോൾ അതിന് സാധനമൊക്കെ എടുത്തു കൊണ്ടുവന്ന് നീരാഞ്ജന ഒഴിഞ്ഞു അല്ലേ? അതൊന്നുമില്ല. പിന്നെയോ കടാക്ഷ ശ്രീരാജി കൊണ്ട്, കടാക്ഷം കൊണ്ട് നീരാഞ്ജന ഒഴിഞ്ഞു. കടാക്ഷവും നീരാഞ്ജന ഒഴിച്ചതും ഒരുപോലെയാണ്. നിങ്ങളുടെ ഒരുപോലെ ആവണേ? ഒരുപോലെയാണോ? അത് തന്നെ. ഇതെങ്ങനെയാടോ? എനിക്കിതിൽ ഏതിൻ്റെ ഗുണദോഷമുള്ളേ? കടാക്ഷം കണ്ട് പരിചയമുണ്ടോ, നീരാഞ്ജനം കണ്ട് പരിചയമുണ്ടോ? രണ്ടും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ കടാക്ഷ എന്താ? കടാക്ഷ കടക്കണ്ണുണ്ടോ നോട്ടം? കടക്കണ്ണുണ്ടോ നോട്ടമൊക്കെ കടാക്ഷമൊന്നുമല്ല. ചിലത് ജന്മന അങ്ങനെ നോക്കണതുണ്ട്, അത് കടാക്ഷ എന്ന് പറയാൻ നോക്കിയിട്ടുണ്ട്. അതിന് ചില പ്രായം, കാലം, സമയമൊക്കെ ഉണ്ട്. പ്രായം, ആ പ്രായം, ഇത് പ്രായം യൗവനാരംഭമായിട്ടുള്ള പ്രായമാവണം. അല്ലാത്തത് കടാക്ഷ. ജനിച്ച ഉടനെ മലന്ന് കിടന്ന് കൈ കാലും കുടഞ്ഞ് കളിക്കുമ്പോൾ അപ്പം തന്നെ തുടങ്ങിയല്ലേ എന്നൊക്കെ എന്നാരും പറയാറില്ല. അതാണ് ഈ ശ്വാസം വലിക്കുമ്പോൾ കണ്ണ് പോയ ഇപ്പോഴും ഉണ്ട് അല്ലേ എന്ന് പറയാറില്ല.
പിന്നെ എപ്പോഴാ ആ സമയമുണ്ട് യൗവനാരംഭമാ പ്രായത്ത് അവക്ക് അനുരൂപനായിട്ടുള്ള ഒരാളെ കാണുമ്പോൾ തൻ്റെ മനസ്സിലെ അഭിപ്രായത്തെ മറ്റുള്ളവരറിയാതെ കണ്ട് അയാളെ അറിയിക്കാൻ വേണ്ടി മനസ്സിലാക്കിക്കോളൂട്ടോ. നീ ആദ്യം രണ്ടാമത് പറയാൻ പറ്റില്ല. സാവധാനം കണ്ണങ്ങോട്ട് ചെല്ലും. നീ വേണമെങ്കിൽ വല്ലതിലും മുമ്പ് കണ്ടോ, മനസ്സിൽ നോക്കിക്കോളൂ, പ്രഹരം കിട്ടിയാൽ മേടിച്ചോളൂ. എന്നിട്ട് കണ്ണ് അവിടെ അയാളെ കണ്ടാൽ നോക്കിക്കൊണ്ട് നിൽക്കില്ല. പിന്നെ കണ്ണ് അപ്പം കിഴപ്പോട്ട് പോകും. അത് കഴിഞ്ഞാലോ ആദ്യം കാണാൻ മോഹം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലും, പിന്നെ ആദ്യം ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് വരും. ഇങ്ങനെയുള്ളതിനാണ് കടാക്ഷം എന്ന് പറയുക. ഇപ്പം ഏതാണ്ട് മനസ്സിലാക്കി തോന്നുന്നുണ്ട്. പരിചയമുണ്ട്, ഒരു കാലത്ത് നോക്കിയിട്ടുള്ളതാണ് കുറച്ച് കാലം. ഇപ്പോഴേ കുറച്ച് കുറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയല്ലേ? അങ്ങനെയുള്ള കടാക്ഷം ഇവിടെ ഒന്നാണെങ്കിൽ നീരാഞ്ജനൊഴിയ എന്ന് പറഞ്ഞാൽ നാളികേരം രണ്ടായിട്ട് പൊട്ടിച്ച് വെച്ച് ഒരു തിരി ഒരു കുളത്തി വെച്ച് ഇങ്ങനെ വീണേനാണ് നീരാഞ്ജനൊഴിയ എന്ന് പറയുക. ഇവിടെ അർജുനൻ കയറി വന്നപ്പോൾ ഈ വരണ ബ്രാഹ്മണൻ ആരാണെന്നറിയാൻ വേണ്ടി കന്യക സാവധാനം ഒന്നങ്ങോട്ട് നോക്കി. കണ്ടപ്പോൾ ലജ്ജ കൊണ്ട് കീഴ്പോട്ട് പോന്നു. പിന്നെ കാണാനുള്ള മോഹം കൊണ്ട് അങ്ങോട്ട് പോയി, പിന്നെ ഇങ്ങോട്ട് വന്നു. ഇങ്ങനെ കടാക്ഷിച്ചു കൊണ്ട് നിന്നു. എന്താ കാരണം? ഇതിനു മുമ്പ് പലരും വന്നു, അവരാരും വന്നപ്പോൾ അങ്ങോട്ട് നോക്കാൻ തോന്നിയില്ല. അർജുനൻ കയറി വന്നപ്പോഴാണ് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ ആ മഹർഷി യാഗം ചെയ്തതിൻ്റെ കർമ്മത്തിൻ്റെ ഫലം, അതുകൊണ്ടാണല്ലോ ഒരു ആകർഷണം തോന്നുന്നത്. അങ്ങനെ കടാക്ഷിച്ചുകൊണ്ട് നിന്നു. ഇങ്ങനെ അർജുന സഭയിലേക്ക് കയറി വന്നു. കയറി വന്നപ്പോൾ ബ്രാഹ്മണരൊപ്പം ഉണ്ടല്ലോ. വന്നുകൊണ്ട് അർജുന ബ്രാഹ്മണൻ ഇതാണ് വില്ല് ഒന്ന് കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തപ്പോൾ അർജുനൻ പ്രദക്ഷിണീകൃത്യ തത പ്രണമ്യ കോദണ്ഡമാദായ ച സവ്യസാചീ ഉദഞ്ജയൻ പഞ്ചഷവാരമേനമാരോപയാമാസ ബലിസലീലം സവ്യസാചി ഏനം പ്രദക്ഷിണീകൃത്യ. സവ്യസാചി ഇതിനെ പ്രദക്ഷിണം വെച്ചു. ആ വില്ല് പ്രദക്ഷിണം വെച്ചു. വില്ലിനെ പ്രദക്ഷിണം വെക്കണ്ടോ ബ്രാഹ്മണരെ? ഇതെന്തോടോ വില്ലിനെ പ്രദക്ഷിണം വെക്കണേ? എന്തിനാ പ്രദക്ഷിണം വെക്കണേ? സന്തോഷിക്കാൻ. എന്നാൽ നമുക്ക് വേണം. ബ്രാഹ്മണന് ഇവരും പ്രദക്ഷിണം വെച്ചു. പ്രദക്ഷിണം കഴിഞ്ഞപ്പോൾ തഥാ പ്രണമ്യ, പിന്നെ നമസ്കരിക്കണ കണ്ടപ്പോൾ അവർ ഇത് നമുക്ക് വേണ്ടടോ, എന്നൊരു ബ്രാഹ്മണൻ മാത്രം മതി, നമുക്ക് നമസ്കാരം വേണ്ട. ഇപ്പം നമസ്കാരം വേണ്ട തന്നെ, അതല്ല വേണം, നമ്മളൊക്കെ നമസ്കരിക്കണം. നിർബന്ധമാണ്. എന്നാൽ ഒരു കാര്യം, നമസ്കരിക്കണമെങ്കിൽ ബ്രാഹ്മണനാണ് ഞാൻ, അതെ മന്ത്രം വേണം. മന്ത്രം ഇല്ലാണ്ട് നമസ്കരിക്കുകയില്ല. മന്ത്രം വേണം, നിർബന്ധ. ഇപ്പോൾ വില്ലിനെ നമസ്കരിക്കാനുള്ള മന്ത്രം ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അത്രയും കാലമായിട്ട്. എനിക്ക് ഇഷ്ടമുണ്ടോ? എനിക്ക് ഇഷ്ടമില്ല. ആർക്കാ നിശ്ചയമുള്ളതുള്ളൂ ഈ കൂട്ടത്തിൽ? ചോദിച്ചു നോക്കാം. വില്ലിനെ നമസ്കരിക്കാനുള്ള മന്ത്രം നിശ്ചയമുള്ളവരുണ്ടോ? ഇവിടെയല്ലേ മന്ത്രം നിശ്ചയമുള്ളവരുണ്ടാവണേ. ഒന്നുകൂടി ചോദിക്കാം, വില്ലിനെ നമസ്കരിക്കാനുള്ള മന്ത്രം നിശ്ചയമുള്ളവരുണ്ടോ? ഇതിൽ ഉറക്കം എന്നെ കൊണ്ടാവില്ലടൂ, ആരും ഉണ്ടാവില്ല. ഇപ്പം എന്താ വേണ്ടേ? ഒരു മന്ത്രം ഉണ്ടാക്കാം. മന്ത്രം ഉണ്ടാക്കി അല്ലാതെ എന്താ ചെയ്യുക? ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. ആരുടെ ഉണ്ടാക്കാപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടാവും. എങ്ങനെയാ മന്ത്രം ഉണ്ടാക്കാൻ കഴിവുള്ളവരുണ്ടോ? ഇനി എന്താ വേണ്ടേ? കുറച്ച് വാസന ഉണ്ടാവണം. എന്തിൻ്റെ വാസനയാ? വല്ലതിൻ്റെയും വാസനയല്ല, കവിതയുടെ വാസന. അത് നന്ന കഷ്ടിയാവൂടോ. ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഉണ്ടാക്കാം. അങ്ങനെയുള്ളവരുണ്ടോ ഈ കൂട്ടത്തിലല്ലേ? എന്നാൽ കേമാവണം കേട്ടോ, ഭംഗിയാവണം. ബില്ലിനെ കേമായിട്ട് പ്രശംസിച്ചുകൊണ്ടാവണം. അതെ അങ്ങനെ തന്നെയാണ്. തൊണ്ട് താമസമൊന്നുമില്ല, എപ്പോൾ ഉണ്ടാവും? വേഗം ഉണ്ടാവുമല്ലേ? ആയിക്കോട്ടെ. എന്തായി? മന്ത്രണ്ടായി. എത്ര വേഗോ? കേക്കട്ടെ. മന്ത്രം കേൾക്കട്ടെ എന്നല്ല പറയാ, മന്ത്രം ഉപദേശിക്കട്ടെ എന്ന് പറയാ. എന്നാ ഉപദേശിക്കുക. അംഗവംഗകലിംഗാനാമംഗഭംഗ വിധായിനേ ഉച്ചണ്ഡതര ഗോദണ്ഡ പ്രകാണ്ഡായ നമോ നമഃ. നല്ല മന്ത്രമായിണ്ടല്ലോ. നമസ്കരിക്കാം. ഉണ്ടായില്ല, മന്ത്രം പഠിച്ചിട്ട് വേണം. പഠിക്ക്. താൻ ചൊല്ലിത്തരാ? അയ്യോ ചൊല്ലി തന്നോളൂ. അംഗവംഗകലിംഗാനാം കേട്ടെ, അത് കഴിഞ്ഞിട്ടാവാ അടുത്തത്. ഒന്നും കൂടി. അംഗവംഗകലിംഗാനാം. ഒന്നും കൂടി, ഒന്നും ആയില്ല. അംഗവംഗകലിംഗാനാം. അംഗവന്നല്ല, അംഗവംഗകലിംഗാനാം. എന്നല്ല, അംഗവംഗ്.
അങ്കവങ്ക് കലിംഗാന കലി എന്നല്ല കലിംഗാന ആനയല്ല കലിംഗാനം അംഗവംഗ കലിംഗാനം അംഗഭംഗ വിധായിനെ അംഗഭംഗവിധായിനെ ഉച്ചണ്ടതര കോതണ്ട് അയ്യോ പിന്നെ അതിലേറെ വിഷമാവുകയാണല്ലോ. ആദ്യത്തിന് എളുപ്പമായി പോ. ഉച്ചണ്ടതര കോതണ്ട് ഉച്ച ഏതാണ്ടായി ഇപ്പൊ ഉച്ചണ്ടതര കോതണ്ട് ഉച്ചണ്ടതര കോതണ്ട് പ്രകാണ്ഡായ നമോ നമ എടോ ഒരു പ്രാവശ്യം ചെല്ലുക കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ അത് എത്ര പ്രാവശ്യം ചെല്ലിയാലാണ് തോന്നുക നിശ്ചയില്ല. ഇപ്പോൾ നമസ്കരിക്കാൻ പറ്റില്ല, 5-6 മാസം കഴിഞ്ഞിട്ട് വേണേ നോക്കാം. അപ്പോൾ ഇന്ന് നമസ്കരിക്കാൻ 5-6 മാസം കഴിഞ്ഞിട്ടോ അത് പഠിച്ചിട്ട് വേണ്ടേ. എളുപ്പം തോന്നിക്കുന്ന ഒരു മന്ത്രം ഉണ്ടാവണം. ആരാ ഉണ്ടാക്കാടോ? ഇത് പറ്റില്ല. ഏതായാലും വേഗം ഒരു മന്ത്രം ഉണ്ടാക്കുക. ആരാ? ഞാൻ ഉണ്ടാക്കാം. ഉണ്ടാക്കി കഴിഞ്ഞു. ഇത്ര കേമന എളുപ്പമാവണം കേട്ടോ, വളരെ എളുപ്പമായിട്ടുള്ളതാ. കേട്ടെ. ജരാസന്ധന്റെ പല്ല് കളഞ്ഞ വില്ലായ നമഃ. നല്ല മന്ത്രം. ഇത്ര എളുപ്പമായിട്ടുള്ള മന്ത്രം. എല്ലാവർക്കും നമസ്കരിക്കുക കേട്ടോ. ഈ മന്ത്രത്തിന്റെ വൈഷമ്യം പറയണ്ട, എല്ലാവർക്കും ആവാ നമസ്കാരം. ജരാസന്ധന്റെ പല്ല് കളഞ്ഞ വില്ലായ നമസ്കരിക്കുക. ജരാസന്ധന്റെ പല്ല് കളഞ്ഞ വില്ലായ നമ. ജരാസന്ധന്റെ പല്ല് കളഞ്ഞ വില്ലായ നമ. ജരാസന്ധന്റെ വില്ല് കളഞ്ഞ പല്ലായ നമ. എന്ത് പല്ലിനല്ല നമസ്കരിക്കണേ, പിന്നെയോ വില്ലിനെ. അതൊന്നാ ജരാസന്ധന്റെ വില്ലായ നമ. ജരാസന്ധന്റെ വില്ലല്ല, പല്ല് കളഞ്ഞെന്നും കൂടെ വേണം. ആയിക്കോട്ടെ, പല്ല് കളഞ്ഞ നമ. പല്ല് കളഞ്ഞ നമയാ, പല്ല് കളഞ്ഞ വില്ലായ എന്ന് വേണം. മന്ത്രമൊക്കെ പിഴച്ച ഞാൻ പറയുന്ന നാവ് പുഴുക്കം പറഞ്ഞേക്കാം. അയ്യോ അത്ര വിഷമമുള്ളതാ. എന്നാ വേണ്ടാക്കിയ ഭേദം. അതല്ല വേണം അങ്ങനെയും. ആ ബ്രാഹ്മണരുടെ ഉത്സാഹേ തദപ്രണമ്യ നമസ്കരിച്ചു എല്ലാവരും. അതിൻ്റെ ശേഷം അർജുനൻ കോദണ്ഡത്തെ ദാനം ചെയ്തു. 2 കൈ കൊണ്ട് ആ വില്ല് അങ്ങനെ എടുത്ത 2 കൈമനെ പിടിച്ചുകൊണ്ട് നോക്കി. എന്നിട്ട് ആ വില്ല് കൊടത്ത് കയറി മുകളിലേക്ക്. വില്ല് മുകളിലേക്ക് അങ്ങനെ പോണ കണ്ടു. ബ്രാഹ്മണരൊക്കെ പേടിച്ച് 4 പുറത്തേക്ക് മാറി. എന്താണോ ഇന്നലെ ബ്രാഹ്മണ ഈ കാട്ടണേ? ഇത്ര വലിയ മുകളിലേക്ക് അങ്ങനെ പോയി താഴത്തേക്ക് വീണ പലരും തലയിൽ കൊണ്ടാൻ നിർന്നല പൊടിയും പറഞ്ഞേക്കാം. അങ്ങോട്ട് മാറാ, അങ്ങോട്ട് പോവാ. തലയിലങ്ങനെ വീണ തൻ്റെ തലയിലൊന്നും ഇല്ലാത്തതാ പൊടിഞ്ഞ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങോട്ട് മാറാ. ആളൊക്കെ പേടിച്ച് വില്ല് മുകളിലേക്ക് പോയി. വില്ല് ചുവട്ടിലേക്ക് വന്നു. ആദ്യം ഇടിച്ച് ആദ്യം എറിഞ്ഞു തുടങ്ങി. പഞ്ചശവാരം ഉദഞ്ചയൻ 5-6 പ്രാവശ്യം ഇങ്ങനെ എറിഞ്ഞു. തെരു ആ അഭ്യാസം കാണിക്കാനാ. അതിൻ്റെ ശേഷം ആ വില്ല് നിലത്ത് കുത്തി. ആ വില്ല് ആരോപണം ചെയ്തു. ഞാൻ കൂട്ടി കെട്ടി. ഒരു ക്ലേശം ഉണ്ടായില്ലേ? അഭ്യാസത്തിൻ്റെ അധികം കൊണ്ട് ശരീരം നേരമ്പോകായിട്ട് ഉണ്ടായുള്ളൂ. അർജുനൻ ഒരു ക്ലേശവും ഇല്ല. എന്താ കാരണം? ബലവാനാണ്. നല്ല അഭ്യാസം, നല്ല ബലം, എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആളാണ് അർജുനൻ. അർജുനന് ഒരു പ്രയാസം ഉണ്ടായില്ല. ഇങ്ങനെ ഞാൻ കൂട്ടി കെട്ടി. അതിൻ്റെ ശേഷം തദനു തരളമന്തര്യന്ത്രമാലോക്യ ദൃഷ്ട്വാ സമമഥ ഘടയിത്വാ സായകാൻ പഞ്ചമൗരുയാം ദൃഢമപി ച കർഷൻ സോയമാലോകിലോകൈ പതിതമപി ച ലക്ഷം ലക്ഷിതം ദർശനേന. തദനു തരളമന്തര്യന്ത്രമാലോക്യ ദൃഷ്ട്വാ. അതിൻ്റെ ശേഷം തരളമായിട്ടുള്ള അന്തര്യന്ത്രത്തെ ആലോകനം ചെയ്ത് രക്ഷിച്ചു. ആ ലാക്ക് നോക്കിക്കണ്ടു. നോക്കിക്കാണുക എന്ന് പറയാറുണ്ട് ഇല്ലേ? ഇത് നോക്കിക്കാണുക എന്നിട്ട് നോക്കി എന്ന് പറയാം, അല്ലെങ്കിൽ കാണുക കണ്ടു എന്ന് പറയാം. രണ്ടും കൂടി എന്തിനാ പ്രയോഗിക്കണേ സംശയം തോന്നാറുണ്ട്. എന്താ നോക്കി എന്ന് പറഞ്ഞാൽ എന്താ അസം? എടോ താൻ അതിൽ വരുമ്പോൾ അത് നോക്കിയോ? നോക്കി
എന്താ അതത്ര കണ്ടില്ല, നോക്കിയതാ കണ്ടില്ല. അത് കണ്ടോ? ഓ കണ്ടു കണ്ടു. എന്താ അതത്ര നോക്കിയില്ല. നോക്കിയാൽ കണ്ടോളന്നില്ല, കണ്ടാ നോക്കിക്കോളണമെന്നില്ല. നോക്കിക്കാണുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടി നോക്കി കാര്യം മനസ്സിലാക്കി എന്നർത്ഥമാണ്. അല്ലാണ്ട് നോക്കിക്കാണുക വെച്ചാൽ രണ്ട് വാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടല്ല. ഇവിടെ ആലോക്യ ദൃഷ്ടുവാ, നോക്കി കണ്ടു, പരമാർത്ഥം അറിയാൻ മനസ്സിലാക്കി. എന്താ കാരണം? അങ്ങനെ അറിയേണ്ടതാ. തരളം അന്തര്യന്ത്രം, തരളമാണ്, ഇളകിക്കൊണ്ടിരിക്കണതാ. അതിങ്ങനെ വട്ടത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്തർഭാഗമാണ് കാണേണ്ടത്, അത് അല്ലാണ്ട് ബഹിർഭാഗമല്ല. അന്തര്യന്ത്രം ആലോക്യ ദൃഷ്ടുവ എന്താ കാണുന്നതാണെങ്കിൽ ഒരു പക്ഷിയുടെ ആകൃതിയിലുള്ളതാണ്, 5 ദ്വാരങ്ങളുള്ളത്, 5 ചരടുകളെ കൊണ്ട് ബന്ധിച്ചിട്ടുള്ളതുമാണ്. ഇതിൻ്റെ പരമാർത്ഥം എന്താണ് എന്നുള്ളത് സൂക്ഷ്മമായിട്ട് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അതിൻ്റെ പരമാർത്ഥം നല്ലോണം മനസ്സിലാക്കി. അതിൻ്റെ ശേഷം പഞ്ചസായകൻ മൗർവ്യാം ഘടയിത്വ, സായങ്ങൾ 5 ശരങ്ങളാണ് വെച്ചേക്കണേ. ആ ശരങ്ങൾ 5 ഒന്നിച്ച് അങ്ങോട്ട് എടുത്തു. എടുക്കണ കണ്ടു ബ്രാഹ്മണർക്ക് അതിൻ്റെ ഗുണദോഷമില്ല. സുന്ദര ബ്രാഹ്മണ അവിടെ വയ്ക്കുക, ഒരെണ്ണം എടുത്ത് അങ്ങോട്ട് പ്രയോഗിക്കുക. എന്നിട്ട് അതുകൊണ്ട് മുറിഞ്ഞില്ലെങ്കിൽ രണ്ടാമത്തെ അതിനാണ് 5 കൊണ്ടുവച്ചത്. അവിടെ 5 ഒന്നിച്ചണ്ട് വലിച്ചു വിട്ടിട്ട് ശരമില്ല പറഞ്ഞാൽ അവിടെ ആരും കൊണ്ടുവരാനൊന്നും ഉണ്ടാവില്ല. വെക്കണം അവിടെ എന്നൊക്കെ പറഞ്ഞു. അർജുനന് അതിൻ്റെ ഗുണദോഷം അറിയാം. 5 ഒന്നിച്ചെടുത്ത് മൗർവ്യാം ഘടയിത്വ, ഞാനിൽ തൊടുത്ത് സുദൃഢമ വിചാകരിഷ, നല്ലപോലെ അവിടെ വലിച്ചു എന്ന്. ചെവി വരെ വലിക്കുക എന്നാ കണക്ക്. അങ്ങോട്ട് വലിച്ചു. നിൽക്കണതായിട്ടുള്ള അർജുനനെ സ്വയമാലോകിലോകൈ, ലോകങ്ങളെല്ലാവരും കണ്ടു, എല്ലാവരും കണ്ടു എന്ന്. അവിടെയുള്ള ബ്രാഹ്മണരൊന്നും രാജാക്കന്മാരൊന്നും ഒന്നല്ല, സകല ജനങ്ങളും കണ്ടു എന്നാ. എന്നുവെച്ചാൽ അപ്പോഴേക്കും ആള് കുറെ കൂടിയേ. എന്താ ഒരു ബ്രാഹ്മണം വില്ലെടുക്കേ, രാജാക്കന്മാർക്ക് പറ്റാത്ത കാര്യം. എടോ അറിഞ്ഞോ, ബ്രാഹ്മണം വില്ലെടുക്കാൻ പുറപ്പെടണോ? ഒരു ബ്രാഹ്മണം വില്ലെടുക്കാൻ പുറപ്പെടണം. ഓ എന്നാൽ എനിക്ക് കാണണം, എനിക്കും കാണണം. ആ കൗതുകം കൊണ്ട് അനവധി ആളാ പല ദിക്കിൽ നിന്ന് കയറി വന്നിക്കണതേ. ഇങ്ങനെ എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അർജുന ശാര എടുത്തിട്ട് ചെവി വരെ അങ്ങോട്ട് വലിച്ചേക്കണത്. അങ്ങനെ നിൽക്കണ അർജുനനെ കണ്ടു. അപ്പൊ തന്നെ കണ്ടു പതിതമഭിചലക്ഷം ലക്ഷിതം ദക്ഷണേന, ലാക്ക് മുഴുവൻ നിലത്ത് കിടക്കണതും കണ്ടു. ക്ഷണം കൊണ്ട് കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ആ വേഗത, ശരപ്രയോഗത്തിൻ്റെ വേഗത. പിന്നെ എന്താ കാണാത്തതെന്നല്ലേ, ശരം പ്രയോഗിക്കണതും കണ്ടില്ല, ലാക്ക് മുറിയണതും കണ്ടില്ല. അതാർക്കും കാണാൻ സാധിച്ചില്ല. ആ വേഗത കൊണ്ട് ഇങ്ങനെ ലാക്ക് മുറി നിലത്ത് വീഴ്ത്തി. അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് മാലയിടിക്കുകയാണ് വേണ്ടത്. അതിനുള്ള സഹിമാർ 4 പുറമുണ്ടല്ലോ. ലാക്ക് മുറിച്ചങ്ങോട്ട് വീട് കഴിഞ്ഞപ്പോൾ അവരവിടെ നിന്നുകൊണ്ട് എടീ നീ എന്താ എവിടെ നോക്കി നിൽക്കണത്, ലാക്ക് മുറിച്ചു കഴിഞ്ഞു, അങ്ങോട്ട് പോ, അങ്ങോട്ട് ചെല്ലേ സഖിമാരെ അങ്ങോട്ട് കൊണ്ടുപോയി തുടങ്ങി. കൊണ്ടുപോയപ്പോൾ അങ്ങോട്ട് പോയില്ലേ, അതില്ല. കുറച്ച് സഖിമാരെ അങ്ങോട്ട് കൊണ്ടുപോയാൽ ആ കന്യക അപ്പം തന്നെ അങ്ങോട്ട് പോരും. പിന്നെ ആദ്യം അങ്ങോട്ട് കൊണ്ടുപോയി. എന്താ അതെ ഇങ്ങോട്ട് തന്നെ പോരുക. എന്താ അങ്ങനെ ആരെങ്കിലും കുറിച്ച് ഇങ്ങോട്ട് തള്ളുണ്ടാവുമോ? അതില്ല, കൊണ്ടുപോകണത് അങ്ങോട്ട് തന്നെയാണ്. ഇപ്പോഴേ ലേഖം അങ്ങോട്ട് ചെന്നാൽ അപ്പം ഇങ്ങോട്ട് പോരേ. വരയിതുമഥകാന്തം പ്രേര്യമാണ സഖീഭി സപതി സഹജയാസ ലജ്ജയാരുധ്യമാന നഖലു തമുപയാതും സ്ഥാതുമപ്യാനതാംഗി ക്ഷണമിയമതിലോലാഹ പാരയാമാസ ബാല അതിലോല. ആ കന്യക അതിലോലയായി. കുറച്ച് അങ്ങോട്ട് പോവുക, അപ്പോൾ തന്നെ അങ്ങോട്ട് വരിക. ആദ്യം അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട്. എന്താ കാരണം സഖീഭി കാന്തം വരയിതും പ്രേര്യമാണ്. സഖിമാര് കാന്തനെ വരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നാ അങ്ങോട്ട് പൊക്കൂടെ വെച്ചാൽ ലജ്ജയാരുധ്യമാന, ലജ്ജ ഇങ്ങോട്ടും തള്ളുക. അപ്പോൾ മാല കൈ പിടിച്ചുകൊണ്ട് കുറച്ച് മുന്നിലേക്ക് പോവുക, അപ്പോൾ തന്നെ അങ്ങോട്ട് വരിക. പിന്നെ ആദ്യം അങ്ങോട്ട് പോവുക, പിന്നെ അങ്ങോട്ട് വരിക. അങ്ങനെയുണ്ടോ ഒരു പ്രയോഗം? ഇതാദ്യമായിട്ടാണ് കേൾക്കണം അല്ലേ? കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും? വിവാഹങ്ങൾ പല ദിക്കിലും കണ്ടിട്ടില്ലേ? മാല കയ്യിലെടുത്ത് കൊടുത്താൽ മാലയും പിടിച്ചുകൊണ്ട് കുറച്ച് മുന്നിലേക്ക് പോലും ഇങ്ങനെ വരലും ഇങ്ങനെയുണ്ടോ? മാല കയ്യിലെടുത്ത് കൊടുത്താൽ മാല അങ്ങനെ ഇടും. അല്ലാണ്ട് എന്താ അങ്ങനെയെന്ന് വെച്ചാൽ സാധാരണ കാണില്ല, ഇത് അപൂർവമായിട്ടുണ്ടാവണതാണ്. എന്താണ് എന്നാണെങ്കിൽ ഈ മഹാനുഭാവനായിട്ടുള്ള അദ്ദേഹം ആരാ നിശ്ചയില്ലല്ലോ. മറ്റത് വിവാഹം ചെയ്യാനുള്ള ആളെയൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടാവും. ഇദ്ദേഹം ആരാ? 1 നിശ്ചയമില്ലല്ലോ. മറ്റത് വിവാഹം ചെയ്യാനുള്ള ആളെയൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടാവും.
ഇല്ലേ ഇന്ന ആളെയാണ് താൻ വിവാഹം ചെയ്യണമെന്ന് അവൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അറിയുമ്പോൾ ഇയാളെയാണല്ലേ, എന്നാൽ പിന്നെ എന്താ ഭ്രമിക്കാനൊന്നും ഇല്ലല്ലോ. അതാണ് മാല ഉൾക്കൂസലില്ലാണ്ട് ഇടുന്നത്. ഒരു വിധമൊക്കെ ഇപ്പോൾ നല്ലോണം പരിചയമായിട്ടാണ് മാലയിടൽ അല്ലേ. പരിചയം ആവാണ്ട മാലയിടലൊന്നും ഇപ്പോൾ എവിടെ ഉണ്ടാവില്ല. മാലയിടണ കണ്ടറിയാം എത്രത്തോളം പരിചയം മുമ്പുണ്ട് എന്നുള്ളത്. ഇനി പരിചയമാവാനുള്ള മാർഗങ്ങളൊക്കെ ഇപ്പോൾ പലതും ഉണ്ടേനും ഇല്ലേ. ഇത് ആരാ നിശ്ചയില്ലാതെ കണ്ടു വന്നപ്പോൾ അടുക്ക ചെല്ലാനായിട്ട് ലേശം ഒരു പരിഭ്രമം ഉണ്ടായിന്ന്. അതെ ക്ഷണം നേരെ കുറച്ച് നേരം എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ ഒരു വിധത്തിൽ സഖിമാര് അടുക്കളയിൽ കൊണ്ടുവന്നതിൻ്റെ ശേഷം മാലയാ കലിതാമോദ പരിഭ്രാന്താളി മാലയാ രമണീരമണം ചക്രേ രമണീയാംഗമർജുനം രമണീ മാലയാ അർജുനം രമണം ചക്രേ രമണി മാല കൊണ്ട് അർജുനനെ രമണനാക്കി ചെയ്തു. രമണി സുന്ദരിയായിട്ടുള്ള കന്യക ആ അർജുനനെ തൻ്റെ രമണനാക്കി തീർത്തു. രമണൻ തൻ്റെ ഭർത്താവ്, തന്നെ രമിപ്പിക്കാനുള്ള ആള്, ഇഹലോകത്തിങ്കലേക്കും പരലോകത്തിങ്കലേക്കും വേണ്ട എല്ലാ ശ്രേയസ്സിനെയും പ്രദാനം ചെയ്യുന്ന ആള് തൻ്റെ ഭർത്താവായിട്ട് സ്വീകരിച്ചു. എന്നാൽ എങ്ങനെയുള്ളതാണ് മാല എന്നാണെങ്കിൽ കലിതാമോദ പരിഭ്രാന്താളി മാലയാ. കലിതാമോദ പരിഭ്രാന്താളി മാലയാകുന്നത് കലിതമായിട്ടുള്ള ആമോദം ഹേതുവായിട്ട് പരിഭ്രാന്തകളായിട്ടുള്ള അളികളുടെ മാലകൾ കൂടിയിട്ടതാണ്. അളികൾ വണ്ടുകൾ ആ പുഷ്പത്തിലെ സൗരഭ്യം ഹേതുവായിട്ട് നിറഞ്ഞു വശമുണ്ട്. അങ്ങനെയുള്ള വണ്ടുകളുടെ മാല ഒരു മാല കഴുത്തിലിട്ടപ്പോൾ അനവധി മാല ഉണ്ടായിന്ന്. നല്ല പുഷ്പങ്ങളെ കൊണ്ട് നിർമ്മിച്ച മാലയാണെങ്കിലേ അത് വണ്ടുകൾ വരുള്ളൂ. ഇപ്പോഴത്തെ മാലകളിലൊന്നും വണ്ട് വരില്ല, പേടിക്കാനില്ല. എന്നുവെച്ചാൽ അതിലുള്ള സൗരഭ്യവും ഒക്കെ കൃത്രിമമായിട്ടുള്ളതാണ്. ഇത് സ്വാഭാവികമായിട്ടുള്ളതാവണം. അങ്ങനെയുള്ള ആ മാല കഴുത്തലവർ ഇട്ടപ്പോൾ ഒരു മാല ഇട്ടുള്ളൂ. ഇവിടെ 4-5 മാല കാണണ്ടല്ലോ വണ്ടുകളുടെ മാല. എന്നുവെച്ചാലോ വരാൻ പോകുന്ന കാര്യത്തെ അറിയണ ആളുകളുണ്ടല്ലോ. അങ്ങനെയുള്ള ഇവളെ ഒരുത്തനെ വിവാഹം ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, ഫലത്തിൽ ഒരാളാവില്ല അവൾക്ക് ഉണ്ടാവണത് എന്ന് സൂചിപ്പിക്കണതാണോ തോന്നും ഇങ്ങനെയുള്ള മാല. എന്ന് മാത്രമല്ല കലിതാമോദ പരിഭ്രാന്ത ആളിമാലയ. ആളിമാല സഖിമാരുടെ മാല. ആ സന്തോഷം കൊണ്ട് 4 പുറം ഓടി നടക്കുക. ഞാനാ മാലയിടിക്കാൻ, ഞാനാ മാലയിടിക്കാൻ, ഞാനാ മാലയിടിക്കാൻ എന്നുള്ള ഇതുകൊണ്ട് ഇങ്ങനെയുള്ള സഖിമാരുടെ മാലയോട് കൂടിയിട്ടതാണ്. എന്നാൽ അർജുനൻ എങ്ങനെയുള്ള ആളാണെന്നാണെങ്കിൽ രമണീയാംഗമർജുനം, രമണീയാംഗനാണ്, അതിമനോഹരനാണ് എന്നുവെച്ചാൽ ഈ ഗുണം ഉണ്ടാവേണ്ടതാണ്. സാധാരണ പറയും സ്ത്രീകൾക്കാണ് സൗന്ദര്യം ഉണ്ടാവുന്നത്, പുരുഷന്മാർക്ക് അത്ര തന്നെ നോക്കാനില്ല എന്നൊരു പക്ഷമുണ്ട്. പക്ഷെ അങ്ങനെയല്ല, 2 പേർക്കും സൗന്ദര്യം ഉണ്ടാവണം. അതല്ല അത് എന്താ വൈഷമ്യെന്നല്ലേ. വിവാഹം ചെയ്ത് പോകുമ്പോൾ അവളുടെ കൂടെ പോണ അയാളാരാ, എന്താ അവളുടെ ഭർത്താവ്, അതെ, അയ്യോ ഇതെവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരുത്തന്. ശിവ ശിവ. കാണുന്നവർക്ക് അത് വേണം, അവർക്ക് വലിയ ക്ലാസ്സൊന്നും അവർ സുഖമായിട്ടേ കഴിയണേ. കാണുന്ന ആൾക്ക് വലിയ ശല്യ, എന്തിനാന്ന് വെച്ചില്ല. അതുപോലെ തന്നെയാണേനും അയാൾ കണ്ടാൽ മഹായോഗ്യനാ, അവൾ കണ്ടാൽ വലിയ ബന്ധമില്ല എന്ന് പറഞ്ഞു. അയ്യ കഷ്ടേ, ഇയാൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനത്തെ ഒരുത്തി എവിടെ നിന്ന് കിട്ടി. ഓ കണ്ട കൊട്ട കയ്യെഴുതാൻ കണ്ണെഴുതാൻ പാകത്തിനുള്ളത് എന്ന് ആള് പറയും. ഇതങ്ങനെയല്ല, 2 ഗുണം ഉണ്ടാവണം. സ്വഭാവ ഗുണം ഉണ്ടാവണം, സൗന്ദര്യ ഗുണം ഉണ്ടാവണം. 2ഉം തികഞ്ഞാലാണ് പൂർണ്ണമാവുക. ഇവിടെ എല്ലാ ഗുണങ്ങളും തികഞ്ഞിട്ടുള്ളതാണ് കന്യക. അർജുനനും അതുപോലെ തന്നെ രമണി, അവിടെ രമണീയാംഗമർജുനൻ, അതിമനോഹരനായിട്ടുള്ള ആളാണെന്ന്. ഇങ്ങനെ ആ മാല കഴുത്തിലിട്ട് അർജുനനെ ഭർത്താവായിട്ട് സ്വീകരിച്ചു. എല്ലാവർക്കും സന്തോഷമായി. പാഞ്ചാല മഹാരാജാവിന് വളരെ വളരെ സന്തോഷമായി. ആ ബ്രാഹ്മണരെല്ലാവരും സുന്ദര ബ്രാഹ്മണ വിജയീഭവ 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 രസമായി അവർക്ക്. അവർ വിചാരിച്ച കാര്യം സാധിച്ചുല്ലോ എന്ന്. ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ഭക്തനായിട്ടുള്ള അർജുനൻ്റെ അത്ഭുത പരാക്രമം കണ്ട് രസിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ വശീകണു. എല്ലാവരും ഇന്നാളെന്നില്ല, സകല ആളുകളും അർജുനൻ്റെ ഈ പ്രവൃത്തി കണ്ട് സന്തോഷിച്ചും കൊണ്ട് ഇങ്ങനെ ആ ഭഗവാൻ എല്ലാ ജനങ്ങളെയും സന്തോഷിപ്പിച്ചും കൊണ്ട് ആ പാഞ്ചാല രാജധാനിയിൽ
ഭക്തോത്തമനായിട്ടുള്ള അർജുനനെ അനുഗ്രഹിച്ചും കൊണ്ട് അവിടെ ഇങ്ങനെ വർത്തിക്കുന്നു. ഇങ്ങനെ ഭക്തവത്സരനായിരിക്കുന്ന യാതൊരു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പരമഭക്തനായിട്ടുള്ള അർജുനനോ വില്ലെടുത്തിലാക്കു മുറിച്ച് കന്യകയെ വിവാഹം ചെയ്ത് സന്തുഷ്ടനായിട്ട് വർത്തിച്ചത്. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീ